രണ്ട് സഹോദരങ്ങളുടെ സെയിം എക്സ്പീരിയൻസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു വിഷയമാണ്. ഒന്ന് സോഫിയ ജോർജ്, അതിൽ ജോർജിൻ്റെ എക്സ്പീരിയൻസ്. രണ്ടാമത്തെ ആൻ്റണി ജോർജ്. ഇവർ രണ്ടുപേരും ഗവൺമെൻറ് ഓഫീസർമാരാണ്. ഇവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്ന ഉടമ്പടി എടുക്കുമ്പോഴുള്ള ഒരേ എക്സ്പീരിയൻസാണ്. ഇതിക്ക് മുമ്പ് വേറെ പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ആധ്യാത്മികമായ അനുഭവ യാത്രയിൽ എനിക്കും പലപ്പോഴും തോന്നിയിട്ടുള്ള സത്യമാണ്. ഇവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത്, നമ്മളൊരു ക്ലേശത്തിലാണ് ഏതെങ്കിലും വിഷയത്തിൽ. ചിലപ്പോൾ രോഗപീഠ, ചിലപ്പോൾ നമ്മുടെ റിസൾട്ട് നമ്മളുടെ ബയോപ്സിക്ക് നമ്മളുടെ ടെസ്റ്റിന് കൊടുത്തിരിക്കുകയായിരിക്കും നമ്മളുടെ എന്തെങ്കിലും രോഗ കാരണങ്ങൾ. അപ്പോൾ നമുക്കൊരു ടെൻഷനുണ്ടാവും, എന്തായിരിക്കും ഇനി, അത് ക്യാൻസർ ആയിരിക്കും അല്ലോ ആയിരിക്കും എന്ന് നമുക്കൊരു ചെറിയൊരു ഭയമുണ്ടാകും. ഇപ്പം ജപ്തി നടപടി അതുപോലെയുള്ള നടപടികൾ വരുമ്പോൾ ഞാൻ എൻ്റെ പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് ഇറങ്ങേണ്ടി വരുമോ എന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്കൊരു ഭയമുണ്ടാകും. ഇങ്ങനെ ജീവിതം നമ്മൾക്ക് വെച്ച് നീട്ടിത്തരുന്ന ഒരു സംഭവമാണ് സങ്കടം, ഭയം, നമ്മളതിൻ്റെ അടുത്ത് ആശങ്ക, പെട്ടുപോകുമോ എന്നുള്ള ആശങ്ക, എല്ലാം തീർന്നു എന്നുള്ള രീതിയിൽ. എന്തെങ്കിലും ഒരു അഭ്യൂഹവല് സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ആഘാതം സംഭവിച്ചാൽ, തോൽവി സംഭവിച്ചാൽ എല്ലാം തീർന്നു എന്ന് തോന്നും. ഇത് പണ്ട് മുതലേ തോന്നിയ ഒരു യൂഡാസ് സിൻഡ്രോമാണ്. യൂഡാസ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താ? പുള്ളിക്കാരൻ കർത്താവിനെ ഒത്തിക്കൊടുത്തപ്പോൾ കൈവിട്ടു പോയില്ലേ. അപ്പം കർത്താവ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടും എന്നുള്ള ഒരു ചിന്ത പുള്ളിക്ക് ഉണ്ടായിരുന്നു. എങ്ങനെയും രക്ഷപ്പെടും എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. കാര്യം ഒത്തിരി അത്ഭുതങ്ങൾ കാണിച്ച ആളല്ലേ. പക്ഷെ യുദാസ് കർത്താവ് പറയണമെന്ന് ശ്രദ്ധിക്കത്തില്ലായിരുന്നു. യുദാസിനോട് ഈശോ എന്താ പറഞ്ഞത്? 3 പ്രാവശ്യം പറഞ്ഞു. ഒരു കൊല്ലത്തിനുള്ളിൽ 3 പ്രാവശ്യം പറഞ്ഞു, മനുഷ്യപുത്രൻ ശത്രുകരങ്ങളിൽ നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. അതിൻ്റെ 1 കൊല്ലം മുമ്പ് തുടങ്ങിയതാണ് പാഷൻ പ്രെഡിക്ഷൻസ് എന്ന് പറയും. പീഡാനുഭവത്തിൻ്റെ പ്രവചനങ്ങൾ അപ്പോസ്തലന്മാരെ പതുക്കെ പതുക്കെ പഠിപ്പിച്ച് ആ യാഥാർത്ഥ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ഈശോ ഒരുക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ഇമോഷണൽ സെറ്റപ്പ്, ഇമോഷണലി ഈ പാഷനോട് ഫ്രണ്ട്ലി ആയിരിക്കണം എന്നാണ് ഈശോ പറയണത്. തിയോളജിക്കലായിട്ട് വേറെ ഒത്തിരിയൊക്കെ വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതൊരു ഇമോഷണലി ആയിട്ട് അവരെ ഫ്രണ്ട്ലി ആക്കി എടുക്കുകയാണ്. കുരിശ് മരണം ഉൾക്കൊള്ളാൻ പറ്റാത്ത സാധനമാണ്. അതുകൊണ്ട് ഈശോ 1 കൊല്ലം മുമ്പ് തന്നെ അതിന് സ്റ്റഡി ക്ലാസ് കൊടുക്കുമായിരുന്നു. എന്താണ്? നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, അവിടെ വെച്ച് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കേൾക്കാത്ത കാര്യങ്ങൾ കേൾക്കും. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ പതുക്കെ പതുക്കെ അപ്പോസ്തലന്മാരെ ആ വിഷയത്തോട് വളരെ ഒരു വലിയ പൊട്ടിത്തെറി ഒഴിവാക്കാൻ വേണ്ടി ചെയ്യണ കാര്യങ്ങളാണ്. എന്താണ്? മനുഷ്യപുത്രൻ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും, അവരവനെ പീഡിപ്പിക്കും, അവരവനെ കുരിശിൽ തറച്ച് കൊല്ലും. അത്രയും പറയുമ്പോൾ ബാക്കിയോ ഇവർ ശ്രദ്ധിക്കത്തില്ല. യഥാർത്ഥ കാര്യം പിന്നീട് പറയുന്നുണ്ട് ഈശോ ഏറ്റവും അവസാനം. ഈ ദൈവവചനത്തിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് അവസാനം വരെ കേട്ടിരിക്കണം. ഇടയ്ക്ക് വെച്ച് വല്ലതും കേട്ടിട്ട് ചാടി ആത്മഹത്യ ചെയ്യരുത്. എന്താണ് കാര്യം? ഇടയ്ക്ക് വെച്ച് വല്ലതും കേട്ട് ചാടി ആത്മഹത്യ ചെയ്താണ് യൂദാസ് സിൻഡ്രോം എന്ന് പറയണത്. അയാൾ ഈ അവസാനം പറഞ്ഞ് കേട്ടിട്ടില്ല. മനുഷ്യപുത്രനെ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും, അവരെന്നെ പീഡിപ്പിക്കും, അവനെ കുരിശിൽ തറച്ച് കൊല്ലുമെന്ന് പറഞ്ഞാൽ ഈശോ അവസാനം പറഞ്ഞു എന്താണ്? എങ്കിലും അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അതാണ് യൂദാസ് കേൾക്കാതെ പോയ സുവിശേഷം. ഞാനെപ്പോഴും അതിനങ്ങനെ വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. യൂദാസ് കേൾക്കാതെ പോയ സുവിശേഷം എന്താണ്? 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. പത്രോസ് കേട്ടു, പക്ഷേ എങ്കിലും കർത്താവ് പീഡിപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ച്
ഇമോഷണലി അത് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടായിരുന്നു. പുള്ളിക്കാരന് കർത്താവിനോട് പണ്ടാര സ്നേഹമായിരുന്നു, വല്ലാത്ത സ്നേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈശോയുടെ ഒരു രീതി അനുസരിച്ച് ഈശോ പറയവേ, എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന്. ഇപ്പം ഈ അതായത് ഈ വിഷയം എപ്പോഴും നമ്മൾ ദൈവമായിട്ടുള്ള യാത്രയിൽ നമ്മൾ തുടങ്ങേണ്ടതും തുടരേണ്ടതുമായിട്ടുള്ള കാര്യം ദൈവസ്നേഹമാണ്. അതിപ്പോൾ ഇപ്പം നമുക്ക് പനി വരാം, രോഗം വരാം, ചിലപ്പോൾ ഗുരുതരമായ രോഗം വരാം. ഇതൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ ശക്തി കൂടുതൽ അറിയാനും ദൈവത്തിൻ്റെ സ്നേഹം കൂടുതൽ അറിയാനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു പരിപാലനയാണ്. പക്ഷെ നമുക്ക് ധൃതിയായത് കൊണ്ട്, നമുക്ക് അത്രയും കഴിവില്ലാത്തത് കൊണ്ട് നമ്മൾ ഉടനെ ചാടി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ച് കളയും. ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ പോലും ചെറിയ ആൾക്കാരെ പ്രാർത്ഥിക്കാണ്ടിരിക്കും, ഇല്ലേ? ആത്മഹത്യ ചെയ്തില്ല, പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ആധ്യാത്മികമായിട്ട് ആത്മഹത്യ ചെയ്യും. ശാരീരികമായിട്ട് കെട്ടിത്തൂങ്ങി യുദാസിനെ പോലെ ചാകത്തില്ലെങ്കിലും നമ്മളും ചാകും. ആധ്യാത്മികമായിട്ട് ആത്മഹത്യ ചെയ്യും. അതെന്താണ്? സ്പിരിച്വൽ സൂയിസൈഡ്. അത് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു സാധനമാണ്. സ്പിരിച്വൽ സൂയിസൈഡ് എന്താണ്? എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അന്നത്തെ സന്ധ്യപ്രാർത്ഥന മുടക്കും. അതാണ് ഇല്ലേ? ഉറപ്പല്ലേ? എന്തെങ്കിലും നമുക്ക് പറ്റാത്ത വിഷമം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടനെ കുർബാന മുടക്കും. അതാണ് സ്പിരിച്വൽ സൂയിസൈഡ് എന്ന് പറയണത്. അതും ഫിസിക്കൽ സൂയിസൈഡും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഇത്തിരി മറ്റത് സ്പിരിച്വൽ സൂയിസൈഡിന് ഇനിയും തിരിച്ചു വരാനൊക്കെ പറ്റും. ഫിസിക്കൽ സൂയിസൈഡിന് തിരിച്ചു വരാൻ പറ്റത്തില്ല. അപ്പോൾ ഈ രണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നറിയാം ശിഷ്യന്മാർക്ക്. ഒന്നെങ്കിൽ ഈ ജെറുസലേമിൽ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾ അവർ ഓൾ ഓൺ എ സഡൻ കേട്ട് കഴിഞ്ഞാൽ രണ്ട് കാര്യം സംഭവിക്കും. ഒന്നെങ്കിൽ സ്പിരിച്വൽ സൂയിസൈഡ് സംഭവിക്കും. അത് പത്രോസിന് അങ്ങനെ സംഭവിച്ചു. കാര്യം കർത്താവ് പത്രോസോട് പറഞ്ഞായിരുന്നു, നിനക്ക് സ്പിരിച്വൽ സൂയിസൈഡ് സംഭവിക്കും, മറ്റവന് ഫിസിക്കൽ സൂയിസൈഡാണ് സംഭവിക്കുന്നത്. അവൻ തട്ടിത്തൂങ്ങി മരിക്കും. കാര്യം അവൻ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് കേട്ടില്ല. അതുകൊണ്ടാണ്. ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് കേട്ടില്ലെങ്കിൽ കുഴപ്പമാണ്. ക്രിസ്തുവിനെക്കുറിച്ച് എല്ലാം കേട്ട് അണ്ണന്മാരുടെ കൊണ്ട് കുഴപ്പം അതാണല്ല. ക്രിസ്തു സാമൂഹ്യ പരിഷ്കർത്താവാണ് എന്നൊക്കെ പറയുന്നില്ല. അതൊക്കെ വിവരക്കേട്, ബോധമില്ലാത്തവന് പുറമേ അകലെ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ ഉള്ള ഒരു വൃദ്ധാശ്രമങ്ങളാണ്. ക്രിസ്തു സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് മന്നത്ത് പതിപ്പനുമാനെ പോലെ വന്ന ആളല്ല. ശ്രീനാരായണ ഗുരുവിനെ പോലെ വന്ന ആളല്ല. അവനിതിനെ വിഷയത്തെക്കുറിച്ചൊക്കെ വ്യക്തതയുണ്ട്. ആ 142 സങ്കീർത്തനം വായിച്ചേ. 142 സങ്കീർത്തനം 4-ാം തിരുവചനം. വലതുവശത്തേക്ക് നോക്കി ഞാൻ കാത്തിരിക്കുന്നു. വലതുവശത്തേക്ക് നോക്കി ഞാൻ കാത്തിരിക്കുന്നു. എന്നാൽ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഒരു രക്ഷാകേന്ദ്രവും എനിക്ക് അവശേഷിക്കുന്നില്ല. ആരും എന്നെ പരിഗണിക്കുന്നുമില്ല. അപ്പൊ ഇതിനാണ് ഈ ഓടി ഒളിക്കാൻ ഇടയില്ലെന്ന് പറയണത്. ഇട ഉണ്ടെങ്കിൽ ഓടി ഒളിക്കുമെന്നുള്ള തെറ്റിദ്ധാരണ എൻ്റെ അടുത്ത് വരും. അങ്ങനെയല്ല. ഈശോ വ്യക്തമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ്? ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. 12:27 വായിച്ച്. യോഹന്നാൻ 12:27 വായിച്ച്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 12:27. യോഹന്നാൻ 12:27. പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. അപ്പൊ മരണത്തെ കർത്താവ് മനുഷ്യന്റെ പാപത്തിന് വേണ്ടിയുള്ള പരിഹാര ബലിയെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അതാണ് 12:27 പറയുന്നത്. ഓടിയൊടിക്കാനൊന്നും പറ്റത്തില്ല. ഇടവില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇട ഉണ്ടായാലും ഓടിയൊടിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഈ മണിക്കൂറിന് വേണ്ടിയാണല്ലോ ഞാൻ. ഒന്നിനു വായിച്ചേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പിതാവേ, അതിൻ്റെ അർത്ഥം ബാക്കി എന്താണെന്ന് അറിയാം. പിതാവേ, അങ്ങേ പുത്രനെ
മഹത്വപ്പെടുത്തണമേ. അപ്പോൾ അവിടെ സ്വർഗത്തിൽ നിന്ന് സ്വരമുണ്ടായി, ഇതാ ഞാൻ മഹത്വപ്പെടുത്തുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അപ്പം ഇനിയും മഹത്വപ്പെടുത്തും എന്നുള്ളതാണ് റിസറക്ഷൻ എന്ന് പറയുന്നത്, പുനരുദ്ധാനം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 12:28. യോഹന്നാൻ 12:28. പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അപ്പൊ ഇനിയും മഹത്വപ്പെടുത്തും എന്നുള്ളതാണ് കർത്താവിൻ്റെ തിരുവുത്ഥാനത്തെക്കുറിച്ചുള്ള പ്രവചനമാണത്. അപ്പ ഈശ്വരനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറയണതാണ്. നീ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് എൻ്റെ തിരുമനസ്സ് നിറവേറ്റുമ്പോൾ ഞാൻ നിന്നെ ഇനിയും മഹത്വപ്പെടുത്തും. അത് അപ്പായുടെ വാഗ്ദാനമാണ്. അപ്പ ഈശോയ്ക്ക് നൽകുന്ന വാഗ്ദാന പ്രകാരമാണ് ഈശോയെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ഇതാണ് സുവിശേഷമെന്ന് പറയണത്. ആ ഈശോ മരിച്ചു എന്നുള്ളതല്ല സുവിശേഷം, ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് സുവിശേഷം. ഈ സുവിശേഷമാണ് യൂദാസ് ശ്രദ്ധിക്കാതെ പോയത്. ഇതൊരു കൊല്ലമായിട്ട് പറയണതാണ്. ഒന്നാമത്തെ പാഷൻ പ്രഡിക്ഷൻസ് എടുത്ത് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 16:21. മത്തായി 16:21. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. ഇത് ഒരു വർഷം 3 പ്രാവശ്യം ഈശോ പറയുന്നുണ്ട്. ജെറുസലേമിലേക്കുള്ള യാത്ര ആരംഭിച്ച് ഗലീലയിൽ നിന്നാണ് ജെറുസലേമിലേക്ക് യാത്ര ആരംഭിക്കുന്നത്. ഈ യാത്രാ വട്ടങ്ങളിൽ 3 ഘട്ടങ്ങളിലാണിത് പറയണത്. ഈ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ശിഷ്യന്മാരെ അവരുടെ ഇമോഷണൽ ആയിട്ട് അവരെ ഒന്ന് ട്രീറ്റ് ചെയ്യുകയാണ്. ഒരു ഇമോഷണൽ ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. പ്രവചനങ്ങളാണ് നിറവേറുന്നത്. അതിൻ്റെതായിട്ടുള്ള തിയോളജിക്കൽ ഇംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടെങ്കിലും പർട്ടിക്കുലറായിട്ട് അവിടെ സംഭവിക്കുന്നത് ഇവർക്കൊരു ഇമോഷണൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. നിങ്ങളിതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. ഇപ്പോൾ കൗൺസിലിംഗ് കൊടുക്കത്തില്ലേ ഡോക്ടർമാർ? ഓപ്പറേഷന് മുമ്പ് എല്ലാ ഓപ്പറേഷന് മുമ്പ് രോഗിക്ക് കൗൺസിലിംഗ് കൊടുക്കും അല്ലേ? അതായത് അതിൻ്റെ ഇപ്പം ഒരു മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യാൻ പോണ തന്നെ അതിൻ്റെ സൈഡ് എഫക്ട് കീമോയ്ക്ക് മുമ്പ് ഒരു കൗൺസിലിംഗ് കൊടുക്കും. എന്താണ്? മുടിയൊക്കെ പോകും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വരും എന്നൊക്കെ അവർ പറയും. അത് കൗൺസിലിംഗ് ആണത്. മുടിയൊക്കെ പോകും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വരും. ഞാനങ്ങനെ ഒരു സാക്ഷ്യം കേട്ടായിരുന്നു. പക്ഷെ അങ്ങനെ കൊടുത്തെങ്കിലും അപ്പോൾ അദ്ദേഹം പറയണത് അങ്ങനെ എന്നോട് പറഞ്ഞെങ്കിലും ആൻ്റണി ജോർജ് പറയണത് എനിക്ക് ഉദരത്തിൽ ക്യാൻസറാണ്. ബയോപ്സിക്ക് വന്നപ്പോൾ അത് ക്യാൻസറാണെന്ന് മനസ്സിലാക്കി. ക്യാൻസർ 3ാം സ്റ്റേജിലാണ്. അപ്പോൾ ഡോക്ടർ വിളിച്ച് എനിക്ക് കൗൺസിലിംഗ് തന്നു. എന്താണ്? കീമോ എടുക്കാൻ പോവുകയാണ്, ഇത് 3ാം സ്റ്റേജാണ്, നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല, മുടിയെല്ലാം പോകും, പിന്നെ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. തിരിച്ചു വരും. അപ്പോൾ അതൊരു കൗൺസിലിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലായിട്ട് ഇയാൾ ഇതിനോട് ഒരു അക്സെപ്റ്റബിളായിട്ട് മാറണം. ട്രീറ്റ്മെൻറ്റാണ് ശരിക്കും. ഇതുപോലെ പാഷൻ പ്രിഡിക്ഷൻസ് എന്ന് പറയുന്ന പീഡാനുഭവ പ്രവചനങ്ങൾ. നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, അവിടെ വെച്ച് മനുഷ്യപുത്രൻ സത്യകേങ്ങ ഏൽപ്പിക്കപ്പെടും, അവനെ വധിക്കും, എന്നാൽ 3ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അപ്പം ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സുവിശേഷം യൂദാസ് കേട്ടോ ഇല്ലെന്നല്ല, അയാളത് വിശ്വസിച്ചില്ല. അതാണ് പ്രശ്നം. അയാൾ കെട്ടിത്തൂങ്ങാനുണ്ടായിരുന്ന കാരണം എന്താ? യൂദാസ് കെട്ടിത്തൂങ്ങാനുണ്ടായ കാരണം എന്താ? കാരണം ഒന്ന്, കർത്താവിൻ്റെ തിരുവുദ്ധാനത്തിൽ അയാൾ വിശ്വസിച്ചില്ല. അതാണ് പ്രശ്നം. വിശ്വസിച്ചിരുന്നെങ്കിൽ, വിശ്വസിച്ച ഒരാളുണ്ട്. ആരാണ്? പത്രോസിനോട് ചോദിച്ചായിരുന്നു, നീ എൻ്റെ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു.
കർത്താവ് ഡയറക്റ്റ് ചോദിച്ചായിരുന്നു. വിശ്വസിക്കാത്ത ചിലരിവിടെ ഉണ്ടെന്ന് ഈശോ പറയുന്നുണ്ട്. വിശ്വസിക്കാത്ത ചിലരിവിടെ ഉണ്ടെന്ന് പറയണപ്പോൾ ശിഷ്യന്മാരെ ഈശോ മനസ്സിലാക്കിയത് പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാത്തവരും വിശ്വസിക്കുന്നവരുമായിട്ടാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ വിശ്വസിക്കാത്ത ചിലരിവിടെയുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 6:64. യോഹന്നാൻ 6:64. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു. അപ്പം ആദ്യം മുതൽ തന്നെ ഈശോയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് ആദ്യം മുതലേ പീഡാനുഭവ പ്രവചനങ്ങൾ കൊടുക്കുന്നത്. പീഡാനുഭവ പ്രവചനങ്ങളുടെ ഉദ്ദേശം എന്താണ്? പുനരുത്ഥാനത്തെക്കുറിച്ച്, പീഡാനുഭവത്തെക്കുറിച്ച് നമ്മൾ ഈ പീഡാനുഭവ പ്രവചനം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു നോൺസെൻസ് വിളിയാണ്. കാര്യം തിരുവുദ്ധാന പ്രവചനമാണത്. തിരുവുദ്ധാന പ്രവചനമാണ്. മനുഷ്യപുത്രൻ ശത്രു, അതിൻ്റെ മെയിൻ പോയിൻ്റ്, കോർ പോയിൻ്റ് എന്താണ്? ആ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതാണ് കോർ പോയിൻ്റ് അതിൻ്റെ. പക്ഷേ അതിന് അല്ല നമ്മളിപ്പോൾ എഴുതി വെച്ചിരിക്കണ പോലും പീഡാനുഭവ പ്രവചനം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അതിനല്ല, അങ്ങനെയല്ല, അതിനെ പോസിറ്റീവായിട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. എന്താണ്? 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. പക്ഷേ അതിന് ഹൈലൈറ്റ് കിട്ടിയില്ല. എന്താ കാര്യം? അതിൽ വിശ്വസിച്ചില്ല. ആര്? യൂദാസ് വിശ്വസിച്ചില്ല. യൂദാസ് കർത്താവിൻ്റെ തിരുവുദ്ധാനത്തെ വിശ്വസിച്ചില്ല. അയാൾ കേട്ടായിരുന്നു അത്, പക്ഷെ അയാൾ വിശ്വസിച്ചില്ല. അപ്പം അതുകൊണ്ടാണ് ഈശോ ഇപ്പം പറഞ്ഞിരിക്കണത്. എന്താ പറഞ്ഞത്? വിശ്വസിക്കാത്തവർ. ഒന്നൊരു വായിച്ചേ. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു. ഇതെല്ലാം അറിഞ്ഞു തന്നെയാണ് ഇതിന് ഇയാളെ കൂടെ നിർത്തണത്. കാര്യം ഇതെല്ലാം പിതാവിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് യൂദാസൊക്കെ വരണത്. അപ്പം നമ്മുടെ ജീവിതത്തിലൊക്കെ ഒറ്റിക്കൊടുക്കലും തള്ളിപ്പറച്ചിലൊക്കെ ഉണ്ടാവുമെങ്കിൽ ഓർക്കുക, അത് നമ്മുടെ ആധ്യാത്മിക രൂപീകരണത്തിൻ്റെ അനിവാര്യമായ ഘടകമാണത്. അല്ല, അതിൻ്റെ പേരിൽ നിങ്ങൾ ഡൈവേഴ്സ് ചെയ്തിട്ട് കാര്യമില്ല. ആധ്യാത്മിക ജീവിതത്തിന് അനിവാര്യമായ ചില ഘടകങ്ങളുണ്ടാവും. ചിലപ്പോൾ സംശയരോഗിയായ ഭർത്താവായിരിക്കും. അനിവാര്യമായ ഘടകമാണ്. ആധ്യാത്മിക ജീവിതത്തിന് അനിവാര്യമായ ഘടകമാണ്. അപ്പം നമ്മൾ ട്രീറ്റ് ചെയ്യണത് അയാളുടെ സംശയരോഗം മാറാൻ വേണ്ടി അയാൾക്കൊണ്ട് കംപ്ലീസ് കൊടുക്കും, അയാൾക്കൊണ്ട് ആശുപത്രിയിലിടും, അല്ലെങ്കിൽ നിവർത്തിയില്ലെങ്കിൽ അയാൾ ഇട്ടച്ചും പോയി വേറെ കെട്ടും. അപ്പോൾ ഭൂമിയിൽ മാത്രം ജീവിച്ചാൽ മതിയെങ്കിൽ ഇങ്ങനെയുള്ള അഭ്യാസം കാണിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. ഭൂമി മാത്രം ജീവിച്ചാൽ മതിയല്ല. പക്ഷേ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 11:25. യോഹന്നാൻ 11:25. യേശു അവളോട് പറഞ്ഞു. അതായത് അവളെന്ന് പറയണ അവിടെ ഇവരാണ്, ലാസറിന്റെ പെങ്ങളെ മാർത്തായാണ്. യേശു മാർത്തായോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. ലോകത്തിൽ ആരും പറഞ്ഞിട്ടില്ലേ? സമർത്ഥനായ സീസർ, സോളമൻ, സോക്രട്ടീസ്, പ്ലീനി, പ്ലേറ്റോ, അങ്ങനെ എന്തുമാത്രം മതസ്ഥാപകർ ഈ ലോകത്തുണ്ട്. ആരും മനുഷ്യരാശിയോട് പറഞ്ഞില്ല ഐ ആം ദ ലൈഫ്, ഐ ആം ദ റിസറക്ഷൻ എന്ന്. അത് ക്രിസ്തു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ വിശ്വാസം ഇങ്ങനെ നിലനിന്നും കാലത്തെ അതിജീവിച്ച് പോണത്. ആരും പറയാത്ത കാര്യങ്ങളവൻ പറഞ്ഞു. കാര്യം അത് പറയാനുള്ള കഴിവും കപ്പാസിറ്റിയും ദൈവത്തിനടുത്ത ഒരു കപ്പാസിറ്റിയാണത് എന്ന് പറഞ്ഞ് എന്നിൽ വിശ്വസിക്കുന്നവൻ നിങ്ങളേറ്റ് പറഞ്ഞ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പം മരണത്തിന് ശേഷമുള്ളൊരു ജീവിതത്തെക്കുറിച്ച് ആലോചന ഉള്ളത് കൊണ്ടാണ് ആധ്യാത്മിക ജീവിതത്തിലെ അനിവാര്യ ഘടകങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണത്. പിടിയിട്ടില്ലേ? ആധ്യാത്മിക ജീവിതത്തിൽ അനിവാര്യ ഘടകങ്ങളുണ്ടാകും. ഇപ്പം നീ എത്ര നല്ല തങ്കപ്പെട്ട ദൈവ പൈതലാണെങ്കിലും നിൻ്റെ മകൻ ചിലപ്പോൾ ലഹരി പദാർത്ഥം അടിപ്പെട്ടു പോകും. അപ്പോൾ ചിലപ്പോൾ നീ എത്ര നല്ല സന്മാതൃക കാണിച്ചാലും ആ സന്മാതൃക ഒന്നും ഉൾക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഉണ്ടോ? അപ്പം നീ തന്നെ ഓർക്ക്, ദൈവമേ ഞാനെന്ത് ദൈവത്തിൻ്റെ മുമ്പിൽ എന്ത് ദൈവഭയത്തോട് ജീവിക്കണമാണ്.
അപ്പോൾ അമ്മ തന്നെ മകനോട് ചോദിക്കും, എടാ നീ എൻ്റെ വയറ്റിൽ തന്നെ ജനിച്ചതാണാ എന്ന് ചോദിക്കും. എന്താണ് അവരങ്ങനെ ഇവൻ പറയണ പോലെ ചിന്തിക്കണ പോലെ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ട് കൂടിയില്ല. ഇവന് ഒരു ദൈവഭയവുമില്ല. അതുകൊണ്ടങ്ങനെ ഈ ദൈവഭയമില്ലാത്തൊരു മകൻ നമുക്കുണ്ടെങ്കിൽ തന്നെ ആധ്യാത്മികതയുടെ അനിവാര്യ ഘടകങ്ങളാണത്. അത് ദൈവം അനുവദിക്കുന്നിടത്തോളം കാലം അതവിടെ തുടരാൻ വേണ്ടി നിങ്ങൾക്ക് ദൈവതിരുസന്നിധിയിൽ ദൈവഹിതം പോലെ അക്സെപ്റ്റ് ചെയ്യും നമ്മൾ. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇതൊക്കെ ശരിയാകുമോ? ഇപ്പം ഞാൻ എന്ത് സംഭവിച്ചു, ഞാനിപ്പോൾ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത് എന്താണ്, ഈ രണ്ട് സാക്ഷികളിലെ ആൻ്റണി ജോർജും അതുപോലെ തന്നെ സോഫിയ ജോർജും, ഇപ്പം ഇതിൻ്റെ അകത്ത് രണ്ടുപേർക്കും ഗുരുതരമായ അസുഖങ്ങളാണ്. ഈ സോഫിയയുടെ ജോർജിനും അതുപോലെ ആൻ്റണി ജോർജിനും ഒക്കെ ഗുരുതരമായ അസുഖങ്ങളാണ്. ഗുരുതരമായ ഒരാളിന് ഡെങ്കു ഫീവറും ഭയങ്കര ഡെലീറിയമായിട്ട് പോയിട്ട് മരണത്തിലേക്ക് നോക്കുന്ന ആളാണ്. അപ്പോൾ ഈ രണ്ട് കക്ഷികളും ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഉടമ്പടി കാലത്ത് ഞങ്ങൾക്ക് അവർ പറഞ്ഞു ബൈ നേച്ചർ, അവർ പറയണത് രണ്ടുപേരും 2 ദിവസം പറഞ്ഞതാണ്, സാക്ഷ്യങ്ങളാണ്, ഞാനിപ്പോൾ ഒന്നായിട്ട് പറയണതാണ്. ബൈ നേച്ചർ ഞാൻ നിസ്സാര കാര്യങ്ങളിൽ പോലും വല്ലാത്ത സങ്കടം കാണിക്കുന്ന ആളാണ്, സംഘർഷം കാണിക്കുന്ന ആളാണ്. നിസ്സാര കാര്യങ്ങളെ ഉണ്ടാകത്തുള്ളൂ. ഞാൻ പെട്ടെന്ന് ടെൻഷനാവും, പെട്ടെന്ന് ഭീതിയാവും, എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല, ആരോടും മിണ്ടത്തില്ല. അങ്ങനെ ഈ രണ്ട് കക്ഷികളും പറഞ്ഞ ഇതാണ്. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും മരണകരമായ രോഗമാണ് പെട്ടിരിക്കുന്നത്. പക്ഷെ ഉടമ്പടി എടുത്ത് ഉടമ്പടി പ്രൊസീജിയറിലോട്ട് പോയി കഴിയുമ്പോൾ ഇവർക്ക് ആന്തരികമായൊരു അഭിഷേകം കിട്ടും. എന്താണ്, ഇപ്പോഴും ഞാൻ പുല്ലിൻ്റെ പുറത്തുകൂടി, ഇപ്പം ജോർജൊക്കെ പറയുന്നത്, ഇപ്പം ഞാൻ പുല്ലിൻ്റെ പുറത്തുകൂടി നടക്കണ പോലെ ഞാനിങ്ങനെ ഫീൽ ഫ്രീ ആണെന്ന്. ഇതിനാണ് പുള്ളി പറയുവേ, എൻ്റെ പഴയ പ്രശ്നത്തിന് മാറ്റമൊന്നും ഇല്ല, ആ പ്രശ്നം അതുപോലെ തന്നെ ഉണ്ട്, പക്ഷേ ഐ ഡോണ്ട് ഫീൽ ഇറ്റ് നൗ. പ്രശ്നങ്ങളങ്ങനെ ഉണ്ട്, അതുപോലെ നിൽക്കുന്നുണ്ടെങ്കിലും എനിക്കിപ്പോൾ അത് ഫീൽ ചെയ്യുന്നില്ല. ഇതിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത്. അത് ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ. ക്രിസ്തീയമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളുടെയും ഒരു അടിസ്ഥാന ഘടകം അഭിഷേകമെന്ന് പറയും. അതായത് ദൈവ സ്നേഹം നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ സത്യസന്ധമായിട്ടാണ് ഇത് ഫോളോ ചെയ്യണമെന്ന് ദൈവത്തിന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക ഇമോഷണലായിട്ടുള്ള ആന്തരിക വൈകാരികമായ മേഖലകളെ ദൈവം അഭിഷേകം ചെയ്യും. നമുക്കത് ഫീൽ ചെയ്യത്തില്ല. നമ്മൾ പോകുന്നത് വളരെ മോശം കണ്ടീഷനിലൂടെയാണെങ്കിലും നമ്മൾക്ക് അത് ഫീൽ ചെയ്യത്തില്ല. ഇത് പ്രാർത്ഥനയിൽ എനിക്ക് തോന്നുന്നത് ആദ്യം നമ്മൾ വാങ്ങിച്ചെടുക്കേണ്ട അനുഗ്രഹം ഇതാണ്. കാര്യം എപ്പോഴും നമ്മൾ ഓർത്തേക്കണം. കാര്യം ഈ ടെൻഷൻ, ഇപ്പോൾ നിങ്ങളെ പ്രസവിക്കാൻ പോണവരാണെങ്കിലും നിങ്ങൾക്ക് ഡെലിവറി ടൈം ആകുമ്പോൾ ഭയങ്കര ഉത്കണ്ഠയാണ്. അപ്പോൾ ഡോക്ടർമാരാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ ഉത്കണ്ഠ ഇല്ലാത്തവനും ഉണ്ടാക്കി തരണ രീതിയാണ് അവർ പറയണത്. കൊച്ചു തിരിഞ്ഞു വരത്തില്ല, കീറാൻ പോവുകയാണ്, ചിലപ്പോൾ കൊച്ചിനെ 1 മാസം കാണാൻ പറ്റത്തില്ല. അവരെല്ലാം നേരത്തെ പറയും. അവരെല്ലാം നേരത്തെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ, അല്ലെങ്കിൽ നിങ്ങൾ പറയത്തില്ലേ, ഇവിടെ ഒരു കുഴപ്പമില്ല, ഞാൻ വന്നതാണ്, ഇപ്പം ഞാൻ ഇങ്ങനെ പോയി, ഇയാളാണ് കുഴപ്പമെന്ന് ഡോക്ടറിനെതിരെ കേസ് കൊടുക്കും. അത് കാരണം അവരില്ലാത്തതൊക്കെ നേരത്തെ പറഞ്ഞു പിടിപ്പിക്കും. അപ്പം നമ്മൾക്കെന്താ വരണത്, നമ്മൾ സംഘർഷം കയറി തലക്ക് വെളിവില്ലാത്ത രീതി നടക്കും. അപ്പോൾ ഇതുപോലെ നമ്മളെ പാസിഫൈ ചെയ്യുന്നതിനുപരി ഇതുപോലെയുള്ള സംഘർഷ സാധ്യതകളുടെ സമയത്ത് നമുക്ക് വേണ്ടത് അഭിഷേകമാണ്. അപ്പം നിങ്ങൾ ഈ ഉടമ്പടിക്കാലത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടിയിൽ ഒത്തിരിയേറെ ഫോർമുലയുണ്ട്. ഇങ്ങനെ ദൈവമായിട്ട് ഇൻട്രാക്ട് ചെയ്തിരിക്കുക സത്യസന്ധമായിട്ട്. പാപവും ഒന്ന് ഒഴിവാക്കിയാൽ മതി, എനിക്കങ്ങനെ തോന്നിയിരിക്കണത്. അല്ലെങ്കിൽ ഉടമ്പടി എടുക്കുന്നവർ വളരെ വൃത്തിയായിട്ടാണ് ജീവിക്കണത്. അപ്പം അതൊന്ന് ആ മേഖല ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ടൈമൊന്ന് കൂട്ടിയിരിക്കണം. ഇപ്പം പ്രാർത്ഥനയുടെ ടൈമൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് കൂടുതൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഉള്ള കൂടുതൽ സമയം ദൈവദിവസത്തിന് ചെലവഴിക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അവിടെ ഉടമ്പടി എടുത്തു എന്നല്ല, ഉടമ്പടി എടുക്കുമ്പോൾ ഒരു നിയോഗം വെക്കേണ്ടത് ഇതാണ്: കുറച്ച് സമയം കർത്താവിൻ്റെ തിരുസന്നിധി. ഇപ്പം ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം എന്താണെന്ന് എനിക്കറിയാവോ, അതായത് ദിവ്യകുർബാന സ്വീകരിച്ച് കഴിഞ്ഞ് എനിക്ക് കുറച്ച് സമയം, ആ സമയം കർത്താവ് എന്നോട് സംസാരിക്കണം, എനിക്ക് കർത്താവിനോട് സംസാരിക്കണം. അതാണ് ഞാൻ ഈ ഒരാഴ്ച മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്.
എനിക്കതിനെന്തോ ഒരു കുറവുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച കുർബാന സ്വീകരിക്കുന്ന സമയത്ത് എനിക്ക് മുമ്പത്തേക്കാൾ കൂടുതലായിട്ട് അങ്ങയോട് സംസാരിക്കാനും അങ്ങ് പറയണത് എനിക്ക് മനസ്സിലാകാനും അങ്ങനെ ഒരു ഇൻറ്റിമസി ഫീൽ ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണം. അതാണ് എൻ്റെ പ്രാർത്ഥന. അതുപോലെ നിങ്ങളും പ്രാർത്ഥിക്കണം. എന്താ വെച്ചാൽ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ വേണ്ടി, അടുത്ത് കഴിഞ്ഞാൽ ഉണ്ടായ ഗുണം എന്ന് പറയുക, നമുക്ക് ഈ വചനം വായിക്കാൻ തന്നെ ഒരു അഭിഷേകം കിട്ടും. പ്രാർത്ഥിക്കാൻ വേറെ അഭിഷേകമുണ്ട്. പ്രാർത്ഥിക്കുന്നത് വല്ലാത്ത ഒരു സന്തോഷമായിട്ട് നമുക്ക് തോന്നും. ഇപ്പം നിങ്ങൾ എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് ഈ പൂച്ച കുരിശിലൊക്കെ പോലെ ചാടിപ്പുറത്ത് ചാടണമെന്നല്ലേ? അങ്ങനെ നിങ്ങൾ ചാടിപ്പുറത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. കഥയുമില്ല. കാര്യം അതൊരു രജിസ്റ്റർ ആകത്തില്ല. ദൈവം നിങ്ങൾ എന്തെങ്കിലും കാട്ടിക്കുറിപ്പിച്ചുണ്ടാക്കിയിട്ട് ആർക്കാനും വേണ്ടി ഓക്കാനിക്കണ പോലെയൊക്കെ പ്രാർത്ഥിക്കത്തില്ലേ? അഭ്യാസമൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ എത്ര അഭ്യാസക്കാർ ദൈവം കണ്ടതാണ്. അപ്പം അതുകൊണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനുള്ള ഒരു വരപ്രസാദം കൂടുതൽ സമയം. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഒരു ഡിപ്ലോമാറ്റായിരുന്നു, UN ഡിപ്ലോമാറ്റ്. UN ഡിപ്ലോമാറ്റിൽ അവർക്ക് ജോലി കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല. അവർ മലയാളി ലേഡിയാണ്. അവർ താമസിക്കുന്നത് തെക്കേ വടക്കേ ഇന്ത്യയിലാണെങ്കിലും ഇപ്പോൾ UN ഡിപ്ലോമാറ്റിൽ അവർക്ക് ജോലി കിട്ടാനുള്ള അവിടെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒപ്പോണൻസൊക്കെ വരണത് വല്ല ഇൻ്റർനാഷണൽ ലെവലിലുള്ള ആൾക്കാരാണ് വരണത്. അപ്പം അവരോട് കിടപിടിക്കുന്ന രീതിയിൽ ഇൻ്റർവ്യൂവിനെ പ്രസൻറ്റ് ചെയ്യാൻ, പെർഫോം ചെയ്യാൻ ഇവർക്ക് പറ്റണില്ല. അപ്പോൾ ഇവർ ആ കാര്യം അവളുടെ കഴിവ് കേടുകൾ അവളുടെ അമ്മ ഉടമ്പടി എടുത്തപ്പോൾ ഇവൾക്കൊരു കുഴപ്പമുണ്ട്. കാര്യം ഇവൾക്ക് അമ്മ എപ്പോഴും ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവളത് അമ്മയോട് കുറച്ച് കാര്യമൊക്കെ ഉള്ളത് കാരണം അവൾ ശ്രദ്ധിച്ച് കേൾക്കുമെന്നല്ലാതെ ഒന്നും അനുസരിക്കത്തില്ല, പ്രാർത്ഥിക്കത്തൊന്നുമില്ല. കേൾക്കും, ശരി എന്നൊക്കെ പറയും. കാരണം അമ്മയുമായിട്ട് ഇടിവെക്കാൻ കഴിയില്ല, അമ്മക്കൊരു വിഷമം ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ ഇവൾക്ക് വിശ്വസിക്കത്തില്ല. അമ്മ പറഞ്ഞൊക്കെ കേൾക്കും, പക്ഷെ വിശ്വസിക്കത്തില്ല. അങ്ങനെ ഒരു വർഗമുണ്ട് കുറേ പേര്. പറയണതെല്ലാം കേൾക്കും. ഇപ്പം ഞാൻ പറയണേ കേൾക്കും, പക്ഷെ വിശ്വസിക്കത്തില്ല. അങ്ങനെ ഒരു ടൈപ്പാണ് ഇവള്. കാര്യം അവൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പത്താഴം പെറ്റ് ചക്കി കുത്തി അമ്മ വെച്ച് ഞാനുണ്ട്, നമുക്ക് കുഴപ്പമില്ലല്ല, ഭക്ഷണം കിട്ടുന്നുണ്ടല്ല. അതുകൊണ്ട് അവർക്ക് അത് ദൈവത്തിനെ വേണമെന്ന് തോന്നണില്ല. ഇപ്പം ഈ കക്ഷിക്കൊരു കുഴപ്പമായി. ഇപ്പോൾ ഇവിടെ കോമ്പറ്റേറ്റീവ് സൈഡിലേക്ക് വന്നപ്പോൾ ഒപ്പോണൻസ് ഒത്തിരി പവർഫുള്ളാണ്. അത് ഇൻ്റർനാഷണൽ ഒപ്പോണൻസാണ് വരുന്നത്. പക്ഷേ മാതാവ് ഇവൾക്ക് ആ ജോലി കൊടുത്തു. അത് ഭയങ്കര രസമാണ്. അവൾ എന്ത് ചെയ്ത്, അവളൊക്കെ അപ്പോൾ അമ്മ ഉടമ്പടി എന്താണെന്ന് മനസ്സിലായി. ഇപ്പോഴെന്നാ പറ്റിയിരിക്കണത്, എന്നിട്ട് ആ ഡിപ്ലോമാറ്റ് പ്രൊവിഷൻസി തന്നെ അവൾ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ഇന്ത്യയിൽ വന്നു. എന്നിട്ട് തിരിച്ച് UN തിരിച്ചു പോയവരെ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. കാര്യം അവൾ പറയണ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ദൈവം എൻ്റെ കൂടെ നിന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ എൻ്റെ വളരെ ഗുരുതരമായ ഒപ്പോണൻസ് ഉണ്ടെങ്കിലും എനിക്കതിനെ കവർ ചെയ്ത് കർത്താവിനെ പ്ലേസ് ചെയ്തെന്ന്. ഇപ്പോഴവളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അമ്മ പറയണത് അവൾ 4 മണിക്കൂറൊക്കെയാണ് ഇപ്പോൾ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണമെന്ന്. ഈ UN ഡിപ്ലോമാറ്റ് ഇപ്പോൾ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണത് 4 മണിക്കൂറേ ഒറ്റ സ്ട്രെച്ചിലേ. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്കിപ്പോൾ 4 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റണില്ലല്ലോ. നിങ്ങൾ പ്രെയർ ടൈം കൂടുതൽ നേരം കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയാൽ ഈ ആൻ്റണി ജോർജിനും മറ്റേ സോഫിയ ജോർജിനും ഈ ആൻ്റണി ജോർജിനും ഉണ്ടായ അനുഭവം നിങ്ങൾക്കുണ്ടാകും. എന്താണ്? ആന്തരിക അഭിഷേകം ഉണ്ടാകും. അത് പ്രെയറിന് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഈ പ്രെയർ എന്ന് പറയുമ്പോൾ ആന്തരിക അഭിഷേകം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ നിസ്സാര കാര്യങ്ങളിൽ ഇപ്പോൾ ചില ആൾക്കാർ പെട്ടെന്ന് ടെൻസ്ഡായിപ്പോലെ എല്ലാ വിഷയങ്ങളോടും ഒരു വേദി ഒക്കെ ഉണ്ടാകുമ്പോൾ കുഞ്ഞു കാര്യങ്ങളെപ്പോലും പെട്ടെന്ന് സങ്കടപ്പെടുന്ന സ്വഭാവമില്ലേ? അതിന് വേണ്ടത് ആന്തരിക സൗഖ്യമല്ല വേണ്ടത്, ആന്തരിക ഇന്നർ അനോയിൻറ്റിങ്ങാണ് വേണ്ടത്. ഇന്നർ അനോയിൻറ്റിങ് പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. പ്രാർത്ഥനയുടെ സമയം ഒന്ന് ചെലവഴിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ, പണ്ട് എനിക്കൊരു സ്ഥലത്ത് എനിക്ക് ട്രാൻസ്ഫർ കിട്ടി, ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക്. അത് എൻ്റെ സ്വന്തം നാട് തന്നെയായിരുന്നു.
പക്ഷേ എനിക്കവിടെ പോകാൻ ഭയങ്കര പാടായിരുന്നു. കാര്യം അവിടെ അന്ന് തന്നെ കള്ളവാറ്റുകാരുടെ കേസൊക്കെ നടക്കുന്ന സ്ഥലമാണ്. 28 കള്ളവാറ്റുകാരുണ്ട് അവിടെ. ഇന്നിപ്പോൾ കള്ളവാറ്റുകാർ കുറവല്ലേ. അന്ന് 28. പിന്നെ നമ്പർ ഷാപ്പുകളെല്ലാം കൂടി 4 പിന്നെ 8. ആ ഇടവക മൊത്തം മദ്യശാലയാണ്. ഇത് അവരുടെ മദ്യപന്മാരുടെയും മദ്യവിൽപ്പനക്കാരുടെയും ഒരു കേന്ദ്രമാണത്. പള്ളിയുമായിട്ട് ഇവർ ഭയങ്കര ബോൾത്തായും കേസൊക്കെ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടന്ന കേസിൽ പള്ളി തന്നെ ഇവർക്ക് പൈസയൊക്കെ കൊടുക്കേണ്ടി വന്നു. അവരുടെ വീടിന് കല്ലെറിഞ്ഞെന്നൊക്കെ പറഞ്ഞ് കള്ളക്കേസൊക്കെ ഉണ്ടാക്കി ആകെപ്പാട് ഒരു തലവേദന പിടിച്ച്. അപ്പം അങ്ങനെ സ്ഥലത്തേക്ക് പോകാൻ ട്രാൻസ്ഫർ ആയപ്പോൾ എനിക്ക് സംഘർഷമായിപ്പോയി. ഞാൻ പോകേണ്ടത് എങ്ങനെയാണ് മെത്താനോട് പറയണത്. കാര്യം ഞാൻ അച്ഛനായ കാലത്ത് തന്നെ മെത്താൻ്റെ മോതിരം മുത്തിയിട്ട് ഞാനെടുത്ത ഒരു മനസ്സെടുത്ത പ്രതിജ്ഞ പറയണ സ്ഥലത്ത് പോകുന്ന. അപ്പം അത് ഡീക്കനായ സമയത്ത് എടുത്തതാണ്. ഞാനന്ന് ഈശ്വരനോട് പറഞ്ഞത് ഏത് ബെയ്റൂട്ടിൽ വേണമെങ്കിലും പോകുന്നതാണ് പറഞ്ഞത്. അന്ന് ബെയ്റൂട്ടായിരുന്നു പ്രശ്നം. ഇന്നിപ്പോൾ ഗാസ പ്രശ്നമുള്ള പോലെ അന്നത്തെ കാലത്ത് ഞാൻ പട്ടം മേടിക്കുന്ന കാലത്ത് 85 ബെയ്റൂട്ടായിരുന്നു പ്രശ്നം. ഭീകരവാദികൾ ബെയ്റൂട്ട് വളഞ്ഞ് എപ്പോഴും യുദ്ധമായിരുന്നു അവിടെ. അപ്പോൾ അത് പറഞ്ഞ കാരണം എനിക്ക് തിരിച്ച് പറയാൻ ഓപ്ഷനില്ല, പറയാനില്ല. പക്ഷേ എനിക്ക് പോയാൽ ഞാൻ പണി മേടിക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ എന്നെ കുർബാനയും കഴിയുമ്പോൾ പള്ളിയുടെ പുറകിലൊരു വാഴത്തോട്ടമുണ്ട്. അവിടെ വന്ന് കുത്തിയിരിക്കും. അവിടെ കുറേ ബാത്റൂം കെട്ടിയിട്ടുണ്ട്. ഭയങ്കര മണമാണ് അവിടെ. വേറെ സ്ഥലമില്ല. കാര്യം എന്നെ കണ്ട ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരും. പക്ഷേ എൻ്റെ അവസ്ഥ ആൾക്കാർക്കറിയാമോ. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നം. ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഈ ജപമാലയും കൊണ്ടുപോയി ഈ വാഴത്തോട്ടത്തിൽ ആ ബാത്റൂംസിൻ്റെ അവിടെ ഇരിക്കും. ഇവിടെ ഉച്ച വരെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ ഉച്ച കഴിഞ്ഞ് ഊണും കഴിച്ചു വന്ന് പിന്നെ അവിടെ ഇരിക്കും. അങ്ങനെ ഞാൻ ആയിക്കൊണ്ട് 13 ദിവസം അവർ ഇരുന്ന് 13 ദിവസം ഇരുന്നിട്ടപ്പോൾ എന്നാ വരുമെന്നറിയോ, എനിക്ക് എന്തെന്നില്ലാത്ത ഒരു പവറടിച്ച്. ഞാൻ പേടിച്ചിട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്ന രീതിയിലായി. എൻ്റെ ആന്തരിക മനസ്സ് ചേഞ്ച് ചെയ്ത്. ഇതിനാ ഇന്നർ ഹീലിംഗ് ഇന്നർ അനോയിൻറ്റിങ് എന്ന് പറയുന്നത്. ഇതാണ് പ്രശ്നങ്ങളല്ല പ്രശ്നം അഭിമുഖീകരിക്കാൻ നമ്മളാണ് പ്രശ്നം. മനസ്സിലായില്ലേ? നമ്മളുടെ ഈ ജീവിതത്തിൽ പ്രാർത്ഥന നിലവായി. ഇപ്പം ഈ വോക്കൽ പ്രെയറിന് ഒരു എന്തിനാണ് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണത്? എന്തിനാണ് എപ്പോഴും ഇങ്ങനെ കൊന്ത ഉരുട്ടിക്കൊണ്ടിരിക്കണത്? പറഞ്ഞത് തന്നെ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ അഭിഷേകം കിട്ടാനാണെന്ന് എൻ്റെ ഉത്തരം. ചില പറയില്ലേ, ഇപ്പം ചില സഹോദരർ പറയും ഈ നന്മ പറഞ്ഞോടെ തന്നെ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണത് എന്തിനാണെന്ന് ചോദിക്കണേ. ഞാൻ അത് വെച്ചിട്ടല്ലേ നമ്മൾ അഖണ്ഡ ജപമാല തുടങ്ങിയത്. അഖണ്ഡ ജപമാല ഞാൻ എൻ്റെ ജീവിതത്തിൽ ജപമാല എനിക്ക് തന്ന അനുഭവം കൊണ്ടാണ് പിന്നീട് ജപമാല കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ അത് തന്നെ 93 അനുഭവം. ഞാനിവിടെ 2002 ഇവിടെ ആ അനുഭവം ആൾക്കാർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് അഖണ്ഡ ജപമാല ആരംഭിച്ചത്. അഖണ്ഡ ജപമാല ഒരു കൊല്ലം മുഴുവൻ നടത്തി രാത്രിയും പകലും നടത്തിയപ്പോഴാണ് 2004 ഡിസംബർ 7-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഈ പ്രത്യക്ഷീകരണമെന്ന് പറയണത് ഒരു പ്രാർത്ഥനയിൽ പ്രത്യക്ഷപ്പെടുകയല്ല ശരിക്കും ചെയ്യണത്, പ്രത്യക്ഷപ്പെടുത്തുകയാണ് ചെയ്യണത്. എപ്പോഴും ഓർത്തേക്കണം. അപ്പോൾ ഉദാഹരണത്തിന് അത് വായിച്ച് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 37 മുതലുള്ള തിരുവചനങ്ങൾ. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ ആരംഭിച്ച് യൂദയ മുഴുവനിലും സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം. ഞാൻ ഇന്നർ ഹീലിംഗ് ഇന്നർ അനോയിന്റിംഗ് എന്ന് പറയണത് എന്താണ്? ഈ പ്രാർത്ഥിക്കുമ്പോൾ 2 സംഭവിക്കും. എന്താണ് ആ വചനം ഏതാണ്? നമ്പർ എത്രയാണ്? 10:38. ഒന്നിനു വായിച്ചേ. നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും
ചുറ്റി സഞ്ചരിച്ചുവെന്നും ചുറ്റിസഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കറിയാം. അപ്പൊ ഇന്നർ അനോയിന്റിങ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് ശക്തിയല്ല, അത് പ്രാർത്ഥനയിൽ കിട്ടണതാ. ഇപ്പൊ നമ്മൾ ഒരു കൊല്ലം മുഴുവനും ഇവിടെ അഖണ്ഡ ജപമാല ചൊല്ലി, രാത്രിയും പകലും അണമുറിയാതെ ചൊല്ലി. അപ്പൊ എന്ത് പറ്റി? നമുക്ക് പരിശുദ്ധാത്മാവും കിട്ടി, ശക്തിയും കിട്ടി. അതിൻ്റെ ഫലമായിട്ടാണ് ആ അഖണ്ഡ ജപമാല കഴിഞ്ഞ് അത് ഒക്ടോബർ മാസം കഴിയുമ്പോൾ ഡിസംബർ മാസത്തിൽ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് നിങ്ങൾക്ക് കൃപാസക്തി വരുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്നറിയാവോ? നിങ്ങൾക്ക് ഒത്തിരിയേറെ ഇത് ലൈറ്റ് വെയ്റ്റാണ്. കൃപാസനം ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ഗുണം ഉടമ്പടി എന്ന് പറയുന്നത് ഫെദർ ടച്ച്, ലൈറ്റ് വെയ്റ്റാണ്. പവർ സ്റ്റിയറിംഗ് എന്നൊക്കെ പറയത്തില്ലേ, പവർ ആൻഡ് സ്റ്റിയറിങ്, മെക്കാനിക്കൽ സ്റ്റിയറിംഗ് അല്ല. അതിന് ഒത്തിരിയേറെ കഷ്ടപ്പാടാണ്. ഉള്ള മസിലെല്ലാം പൊടിഞ്ഞ് വേർത്ത് പൊടിഞ്ഞ്, ഇത് പവർ സ്റ്റിയറിംഗ് ആണ്. എന്താ കാര്യം? ഇതിങ്ങനെ ഒരു ഫെദർ ടച്ച് കൊണ്ട് വർക്ക് ചെയ്യും. കാര്യം ഉടമ്പടിയുടെ വരുന്നൊരു വിഷയം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം, അതിൻ്റെ അടയാളങ്ങൾ കാണിക്കാൻ ദൈവത്തിന് ഭയങ്കര ആഗ്രഹമുണ്ട്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം, കൃപാസത്യം മാതാവ് പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് സ്ഥിരീകരിക്കേണ്ടത് നമ്മുടെ ആവശ്യത്തെക്കാൾ ഉപരി. കാര്യം സമയഘടികാരമല്ലേ നെഞ്ചിൽ ചാർത്തിരിക്കണത്. അതിൽ ഊർദ് പോലെയും ഫാത്തിമ പോലെയും നിസ്സാരമായ കാര്യങ്ങളല്ലത്. സമയഘടികാരമാണ് നെഞ്ചിൽ ചാർത്തിരിക്കണത്. പിന്നെ സിൽവർ ഗ്രേയിലാണ് കാണപ്പെടുന്നത്. പറഞ്ഞിരിക്കുന്നത് ദുരന്തമുണ്ടാകാൻ പോണ അന്ത്യകാലത്തിൻ്റെ നിറങ്ങളും അന്ത്യകാലത്തിൻ്റെ സന്ദേശമാണ്. ഇത് ലോകം മുഴുവൻ എത്തണമെന്നുണ്ടെങ്കിൽ ഒത്തിരിയേറെ വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അടയാളം കിട്ടണം. അടയാളം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കഴിവുള്ള ആൾക്കാർ അവലംബം ചെയ്യണം ഇവിടെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ് നിങ്ങളുടെ ജപ്തി മാറ്റുക, നിങ്ങളുടെ ക്യാൻസർ മാറ്റുക, നിങ്ങളെ പച്ചപിടിപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യം പോലെ തന്നെ ആരുടെ ആവശ്യമാണ്? ദൈവത്തിൻ്റെ ആവശ്യമാണ്. കാര്യം കൃപാസനത്തിൽ ഇപ്പം നിങ്ങളുടെ മറ്റൊരു തരത്തിലുള്ള ധ്യാനം കൂടുന്ന പോലെ അല്ല പ്രശ്നം. ധ്യാനത്തിൻ്റെ ചുറ്റവട്ടങ്ങൾ ഒക്കണ പോലല്ല ഇത് അല്പം ശരിയായ ബാക്കി ദൈവം ശരിയാക്കും. അതാണ് വിഷയം. അതുകൊണ്ടാണ് പറയുന്നത്. അത് ഇപ്പോഴല്ല, പണ്ടും അങ്ങനെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് അല്പം നമ്മൾ ശരിയായ ബാക്കി ദൈവം ശരിയാക്കുക. കാര്യം ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണിത്. പ്രത്യക്ഷീകരണം സഭയെ കൊണ്ട് അംഗീകരിച്ചിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ട് ദൈവ മെസ്സേജ് ഗ്ലോബലായിട്ട് കൊടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ആവശ്യമാണ്. അതിന് ദൈവം നമ്മളെ കരുവാക്കും. അപ്പം നിങ്ങൾ ബുദ്ധിയുള്ളവരെങ്ങനെയാണ് ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? കർത്താവേ, എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തണമെന്നല്ല പറയേണ്ടത്. കർത്താവേ, എന്നെ നിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണേ. ഒന്ന് പറഞ്ഞേ, നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞേ, കർത്താവേ, എൻ്റെ കണ്ണീരിന് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങ് എന്നെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കണമേ. ശ്രുതികട്ടെ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് ഇനി നടപടി പുസ്തകം 10:41 വായിച്ച്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10:40-41. അപ്പോസ്തല പ്രവർത്തനം 10:40-41. എന്നാൽ ദൈവം അവനെ മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. എല്ലാവർക്കുമല്ല സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം. അപ്പൊ 2-3 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉള്ളത്. എന്താ കാര്യം? ഒന്ന് വായിച്ചത് 10:40-41 വായിച്ച്. എന്നാൽ ദൈവം അവനെ മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. അപ്പൊ എങ്ങനെയാണ്? പ്രത്യക്ഷനാവുകയല്ല, പിന്നെന്താണ്? പ്രത്യക്ഷൻ ആക്കുകയാണ്. ഈ പ്രത്യക്ഷീകരണം എല്ലാം ആക്കുകയാണ് ചെയ്യണത്. ഇപ്പം കൃപാസന ആൾക്കാരെ ജീവനോടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് പ്രത്യക്ഷ ആയതല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ എന്താണ്? ദേവപിതാവ് ആക്കിയതാണ്. അപ്പം അപ്പോഴും നമ്മൾ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കേണ്ടത് ഈ വിഷയത്തിൽ പിതാവ് പ്രൈമറി ഇൻട്രസ്റ്റ് ആരുടേതാണ്? പിതാവായ ദൈവത്തിൻ്റെ ഇൻട്രസ്റ്റാണ്. കാര്യം അമ്മയെ പ്രത്യക്ഷയാക്കിയതാണ്.
അതുകൊണ്ട് തന്നെ നിങ്ങളും പറയണം, എന്നെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി ആക്കണമെന്ന് പറയണം. മനസ്സിലായില്ലേ? പ്രാർത്ഥന അങ്ങനെ പോകേണ്ടത്. എന്നെയും എന്ന് പറഞ്ഞ എന്നെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി ആക്കണമേ. ഇവിടെ വിഷയം എന്ന് പറയണത് എല്ലാവർക്കും അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ദൈവാനുഭവത്തെ പറ്റി പറയുമ്പോഴേ എല്ലാവർക്കും നമുക്ക് ഇപ്പം എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ അയക്കുമെന്ന് പറഞ്ഞാലും എല്ലാവരും സ്വീകരിച്ചോ എന്നുള്ളത് വേറെ വിഷയമാണ്. ഇതാണ് പ്രശ്നം. ദൈവത്തിൻ്റെ കോമൺ പോളിസിയാണ് എല്ലാവരിലേക്കും ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ജോയേൽ 2:28. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യം. അന്ന് ഇങ്ങനെ സംഭവിക്കും. ഏറ്റു പറഞ്ഞ് അന്ന് ഇങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അത് കോമൺ പോളിസിയാണ്, ജനറൽ പോളിസിയാണ്. ദൈവം ആരെയും മാറ്റി നിർത്തണില്ലെന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? എല്ലാവരെയും ആണ് സ്വീകരിക്കണത്. പക്ഷേ ഉള്ളൊരു പ്രോബ്ലം, എല്ലാവരുടെയും മേലെ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. വർഷിച്ച അണ്ണന്മാരെല്ലാവരും സ്വീകരിച്ചോ? ദാറ്റ്സ് അതർ പ്രോബ്ലം. അതാണ് അവിടെയാണ് അപകടം കിടക്കുന്നത്. അത് ദൈവത്തിൻ്റെ കോമൺ പോളിസിയാണ്. ദൈവം പക്ഷപാതരഹിതനാണെന്ന് എഴുതിയിട്ടില്ലേ? അപ്പോസ്തല പ്രവർത്തനം 10:34. പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി. സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്ന്. അതാ പ്രശ്നം. ഞാൻ എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ അയക്കുമെന്ന് ജോയേൽ 2:28 പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവത്തിന് പക്ഷപാതമില്ല, അത്രയേ ഉള്ളൂ. ആരെയും മാറ്റി നിർത്തിയിട്ട് അവർക്ക് കൊടുക്കണ്ട, ഇവർക്ക് കൊടുത്താൽ മതി എന്നൊക്കെ പറയത്തില്ലേ? അങ്ങനെയില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ആർക്കും ദൈവം കൊടുക്കും. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നം എവിടെയാണ്? ഈ കൊടുക്കുന്ന ആൾക്കാർ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ്. അതാണ് അവനെ സ്വീകരിച്ചവർക്കെല്ലാം എന്ന് പ്രത്യേക ഈശോ പറയണത്. യോഹന്നാൻ 1:12. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം. ഏറ്റു പറഞ്ഞ തന്നെ സ്വീകരിച്ചവർക്ക് എല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. കപ്പാസിറ്റിയാണ്, കഴിവാണ്. അതായത് ഞാൻ അന്നാണ് എൻ്റെ ആത്മാവിനെ എല്ലാവർക്കും നൽകി. പക്ഷെ എല്ലാവരും സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. സ്വീകരിക്കുന്നവർക്ക് എന്താ സംഭവിക്കണത്? ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. പക്ഷേ സ്വീകരിക്കുന്നവർക്ക് ദൈവമക്കളാകാനുള്ള കഴിവ് വരണത് എങ്ങനെയാണ്? അവരെ എപ്പോഴാണ് വരണത്? അവർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. അതാണ് 8:14 എടുത്ത റോമ 8:14 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റോമ 8:14. റോമ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഇപ്പം ഈ യോഹന്നാൻ 1:12 റോമ 8:14 തമ്മിലാ ലിങ്ക്. എന്താ കാര്യം? സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പൊ ഈ കഴിവെന്ന് പറഞ്ഞാൽ എന്താ? സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളായ കഴിവ്. ആ മക്കളുടെ കഴിവ് എങ്ങനെ വരണത്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. അതിക്ക് മുമ്പ് വേറെ സംഭവമുണ്ട്. ലോകാത്മാവുണ്ട്, പിന്നെന്തുണ്ട്? ദുഷ്ടാത്മാവുണ്ട്. ഈ സംഭവത്തിനൊക്കെ അതുകൊണ്ടാണ് ജ്ഞാനസ്ഥാനപ്പെടുന്ന മുമ്പ്, ഇപ്പം ഇന്നലെയൊക്കെ ഞങ്ങൾ പള്ളിയിൽ ജ്ഞാനസ്ഥാനം പുതുക്കിയായിരുന്നു. അപ്പം ചോദിക്കും, എന്താണ് നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? അവൻ്റെ ആർഭാടങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? എന്ന് വെച്ചാൽ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ പറയുകയാണ്. ദൈവാത്മാവ് നയിക്കപ്പെടണം. പൊരുത്തം കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് 50,000 നല്ല നോട്ട് തന്നാൽ മതി, നിങ്ങൾക്ക് 1,00,000 കള്ള നോട്ട് തരാമെന്ന് പറയുമ്പോൾ 10 ആൾക്കാർ അപ്പം തന്നെ വന്ന് വീഴും. തീർന്നില്ല പരിപാടി. ഈ രാഷ്ട്രത്തെ കൊല്ലണ പരിപാടിയാണെന്ന് പറഞ്ഞാലും നമുക്ക് മടിയിൽ എന്തെങ്കിലും കിട്ടണ പരിപാടിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അതാ ലോകാത്മാവാണത്. ലോകാത്മാവ്
അവിടെയാണ് പ്രശ്നം. ഇത് ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ ഈ മഴ പെയ്യുമ്പോൾ മുഴുവൻ വെള്ള തലയിൽ വീണ പോലെ പരിശുദ്ധാത്മാവ് തലയിൽ വീഴണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. എന്താണ്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച് അതിൻ്റെ മുല കൂടി മാറുമ്പോൾ തന്നെ വേറൊരു കുഞ്ഞും ജനിക്കാൻ പോകണം, പ്രഗ്നൻ്റായി. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഇത് നമ്മൾ വിചാരിച്ചില്ലല്ലാടോ ഇങ്ങനെ, അത് കളഞ്ഞേക്കാമെന്ന് ഭർത്താവ് പറഞ്ഞു. എന്നാൽ കളയാമെന്ന് അമ്മയും പറഞ്ഞു. അവരെങ്ങനെ അവർ കൊലപാതകമല്ലേ, രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ടല്ല കൊലപാതകം ചെയ്തിരിക്കണേ, ചെയ്യാൻ പോണത്. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ പരിശുദ്ധാത്മാവ് അപ്പം തന്നെ ആ രാജ്യത്തു നിന്ന് പോകും. എന്താ കാര്യം? അവർ ദുഷ്ടാത്മാവിനാൽ ആണ് നയിക്കപ്പെടുന്നത്. എന്താ കാര്യം? അല്ലേ? ദുഷ്ടാത്മാവിന് നയിക്കപ്പെടും. ദൈവാത്മാവ് നയിക്കപ്പെടുന്ന മുമ്പ് നിങ്ങൾക്ക് പലരും ഗതി പിടിക്കാത്തതിൻ്റെ കാര്യം കയ്യിരിപ്പിൻ്റെ കുഴപ്പമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കിങ്ങനെ ദൈവത്തെ നിങ്ങളുടെ സൗകര്യത്തിന് പറ്റുന്നൊരു ദൈവത്തെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. അങ്ങനെ ഒരു ദൈവം ഇല്ല. ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. എന്താ കാര്യം? നിങ്ങളുടെ സൗകര്യത്തിന് പറ്റിയൊരു ദൈവമില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു കൊച്ചു ജനിച്ച് അതിന് മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റായി. അപ്പോൾ പറഞ്ഞു, ഇത് വല്ലാത്ത അവസ്ഥയായല്ല. നാത്തും പ്രഗ്നൻ്റായിട്ട് വീട്ടിൽ വന്ന് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ അമ്മായിയമ്മക്ക് എനിക്ക് ഇനിയിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ 2ാമത്തെ പ്രസവത്തിന് പോകാൻ പറ്റത്തില്ല, അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ അമ്മായിയമ്മയും പറയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അപ്പോൾ ഈ കക്ഷികളെല്ലാം കൂടി കൊച്ചിനെ കൊല്ലും. അവിടുത്തെ അമ്മായിയമ്മയും ഇവിടുത്തെ അമ്മയും നിങ്ങൾ ഭാര്യയും ഭർത്താവും എല്ലാം കൂടി കൊല്ലും. ഇതിനെ പിടിച്ചു നിൽക്കണം. വാടകയ്ക്ക് പോയാലും ഒറ്റയ്ക്ക് പ്രസവിച്ചാലും ഞാൻ എന്നെ കൊല്ലത്തില്ലെന്ന് പറയല്ലേ. നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ദൈവം തന്നിക്ക് ടെസ്റ്റാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാതെ പോയി. അവിടെയാണ് വിഷയം വന്നത്, അവിടെയാണ് വിഷയം വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കർത്താവ് പറയും പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. കാര്യം ഇത് ഉണ്ടായിട്ട് വേണം നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ട് വേണം നിങ്ങൾ ദുഷ്ടാത്മാവിനാണ്, ലോകാത്മാവിനാണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെന്ന് തീരുമാനമെടുക്കാൻ. അതാണ് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറയാൻ കാര്യം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 18:7. മത്തായി 18:7. പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. ദുരിതമല്ലേ? ഇതുപോലെ ഓപ്ഷൻ വന്നാൽ നമ്മൾ വിട്ടുപോകത്തില്ലേ? ദുരിതമല്ലേ? പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്നാൽ ഇതിൻ്റെ കള്ളനും വെള്ളി കള്ളനാണയം ഉണ്ടല്ലോ. ഞാൻ വിശ്വാസിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ അസ്ഥിയായിട്ട് കൊണ്ടു കഴിഞ്ഞാൽ ദൈവത്തിനടുത്ത് ദൂരക്കളയും. അത് കള്ളനാണയം. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണ്. കാര്യം കള്ളനും വെള്ളിയും അറിയണമല്ലോ. അപ്പോൾ അത് എപ്പോഴും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവാത്മാവിലേക്ക് നമ്മളെ ക്ലാസ് കയറ്റം കിട്ടാൻ വേണ്ടി നമ്മളുടെ നിലപാടുകൾ വ്യക്തം അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിക്ലറേഷൻ പറയണത്. ഡിക്ലറേഷൻ പ്രലോഭനങ്ങൾ എന്ന് പറഞ്ഞ ഡിക്ലറേഷനാണ്. ഇപ്പോൾ ഞാൻ കാനഡയിൽ ചെന്നപ്പോൾ ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ കാനഡ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അപ്പോൾ അവിടെ എംബസി എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ബാഗ് തുറന്ന് എൻ്റെ കയ്യിലുള്ള എല്ലാം നോട്ടിൽ ചെയ്ത്. ഇനി ഈ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഒരെണ്ണം കൂടുതലുണ്ടായാൽ നമ്മൾ അകത്ത് പോകും. എന്താണ്? കള്ളത്തരം കാണിച്ചെന്നില്ല എൻ്റെ അർത്ഥം. അതാണ് ഡിക്ലറേഷൻ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രലോഭനങ്ങളുടെ ഉദ്ദേശം ഡിക്ലെയർ ചെയ്യാനാണ്. നീ ആരുടെ പക്ഷത്താണെന്ന് ഡിക്ലെയർ ചെയ്യണം. ദൈവത്തിൻ്റെ പക്ഷത്താണോ, സാത്താൻ്റെ പക്ഷത്താണോ, ലോകത്തിൻ്റെ പക്ഷത്താണോ ഡിക്ലെയർ ചെയ്യണം. അതുകൊണ്ടാണ് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് ഈശോ പറയണത്. പക്ഷേ മേജറായിട്ടുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായാൽ നമ്മൾ പെട്ടുപോണ കൊണ്ടാണ് കർത്താവ് പറയണത് പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്. കർത്താവ് ഭയങ്കര രസകരമായിട്ടുള്ള ആ വിഷയം ഇന്നവിറ്റബിൾ ഈവിൾ പോലെയാണ് ഈ ടെംപ്റ്റേഷൻ പറയണത്. ഇത് ഉണ്ടാകേണ്ടതാണ്, പക്ഷെ ഉണ്ടായപ്പോയാൽ ഒത്തിരി പേര് രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് കൺട്രോൾഡ് നിയന്ത്രിത പ്രലോഭനമാണ് നമുക്ക് അനുഭവിച്ചിരിക്കണം. നിയന്ത്രിത പ്രലോഭനമാണ് എന്ന് വെച്ചാൽ ദൈവത്തിന് നമ്മളെ കൃപയിൽ നിലനിർത്തണമെന്നുണ്ട്. പക്ഷെ നിലവാരമുള്ള ദൈവകൃപയിലേക്ക് വളർത്തുന്നതിന് വലിയ ടെസ്റ്റുകൾ പാസ്സാകണം. അപ്പോൾ ആൾക്കാർ പറയും ഞങ്ങൾക്ക് അങ്ങനെ വലിയ ടെസ്റ്റൊന്നും ആവശ്യമില്ല, ചെറിയ പരിപാടിയൊക്കെ ഞാൻ കഴിഞ്ഞുകൂടിയാൽ മതി, എങ്ങനെ കഞ്ഞി വെച്ച് പോകണം, അത്രേ ദൈവത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് ആൾക്കാരുടെ ഒരു നിലപാട്. അതുകൊണ്ട് ആത്മീയമായിട്ട് വളരത്തില്ല. ദൈവം സ്വന്തമായിട്ട് കരുതത്തില്ല. സ്വന്തമായിട്ട് കരുതിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. സ്വന്തമായിട്ട് കരുതിയാൽ നിങ്ങൾക്കറിയാമല്ലോ, സ്വന്തമായിട്ട് കരുതിയാൽ എപ്പോഴും
ഏത് ക്ലേശങ്ങളുടെ അപ്പുറത്തും നമ്മൾ സ്വർഗത്തെ കാണും. അതുകൊണ്ടാണ് ഈ നമ്മുടെ കൊളോസിയസില്ലേ, കൊളോസിയൻസ് എടുത്ത് കൊളോസോസ് 3:1 കൊളോസിയസ് 3:1 ക്രിസ്തുവിനോടൊപ്പം പറ്റി പറഞ്ഞ ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. അതായത് ചില ക്ലേശങ്ങൾ വരുമ്പോൾ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് പറയണത് ആ ക്ലേശങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലല്ല, അതിന് പാരലായിട്ട് ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് പറയണത്. പറഞ്ഞ മനസ്സിലായി? ഇത് നമുക്ക് ഈ ടെക്നിക്ക് മനസ്സിലാകണം. ആധ്യാത്മിക ജീവിതത്തിൽ ചില ക്ലേശങ്ങൾ അപ്രതിരോധ്യവും നമുക്ക് ഒഴിവാക്കാൻ പറ്റാതെ ഇന്നവിറ്റബിളായിരിക്കും, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഒഴിവാക്കാൻ പറ്റാത്ത വിഷയങ്ങൾക്ക് എന്ത് ചെയ്യണം? ഉന്നതങ്ങളിൽ അതിൻ്റെ മറുപടി നമുക്ക് കിട്ടുന്നത് ഉന്നതങ്ങളിൽ നിന്നാണ്, നിത്യതയിൽ നിന്നാണ് ലഭിക്കുന്നത്. അതാണ് ഈശോ നിങ്ങൾ അതായത് തിരുവുദ്ധാനം നൽകുന്നത് മനുഷ്യൻ്റെ ഭൗമികമായ എല്ലാ കഷ്ടനഷ്ടങ്ങളും ക്ലേശങ്ങളിലും ചില ആൾക്കാർ ടെമ്പറലായിട്ട് ചില ക്ലേശങ്ങൾ ദാറ്റ് ക്യാൻ ബി ഷിഫ്റ്റഡ്. ചില ക്ലേശങ്ങളെ മാറ്റാൻ പറ്റും, ചിലത് ഇന്നവിറ്റബിൾ ഈവിളാണ്, മാറ്റാനേ പറ്റത്തില്ല. ഈ മാറ്റാൻ പറ്റാത്ത കേസിന് എന്ത് ചെയ്യണമെന്ന് പറയണത് അത് നിത്യതയിൽ വരവ് വെക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കാര്യം എന്താണ്? അതിന് നമുക്ക് മാർഗമില്ല. അത് നിങ്ങളെ കർത്താവിൻ്റെ തിരുവുദ്ധാനത്തിൻ്റെ കൂടെ കൂട്ടി വെക്കണമെന്നാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഓട്ടിസം വന്ന കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഞാനിവിടെ വരുമ്പോൾ ഞാൻ ഓർക്കുകയെ എനിക്ക് സങ്കടം വരും. ഓട്ടിസം കുഞ്ഞുങ്ങളെ 10 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന ഒരു കുഞ്ഞെ സുഖപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സുഖപ്പെടുന്നുണ്ട് കുഞ്ഞുങ്ങളെ, 10ൽ 1 വരുന്നുള്ളൂ. അപ്പം ഞാൻ പ്രാർത്ഥിക്കണ 10ൽ 10 വരാനാണ്. കാര്യം അത് കുരിശ് മരണമാണ്. ആ ഓട്ടിസം വന്ന കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞാലേ അവിടെ കൈയും കാലും നമ്മൾ കഴുകേണ്ടി വരും. അത്രയ്ക്ക് ജീവിതമാണ്, അത്രയും കഷ്ടപ്പെട്ട ജീവിതമാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ കൊണ്ടുമ്പോൾ ആ മാതാപിതാക്കന്മാരെയാണ് ഞാൻ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് കൊടുക്കണത്. കുഞ്ഞിനെ അല്ല ഞാൻ പ്രാർത്ഥിക്കണത്. കർത്താവ് ഇത് മാറ്റാൻ പറ്റത്തില്ലെങ്കിലേ, ഈശോ പറഞ്ഞില്ലേ, സാധ്യമെങ്കിൽ പിതാവേ ഈ പാനപാത്രം എന്നെ കടന്നു പോകത്തില്ലേ. അല്ലെങ്കിൽ പിന്നെ എന്താണ്? അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അതാണ് വിഷയം. അതിന് അടുത്ത സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. ചില കാര്യങ്ങൾ മാറ്റാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെയുള്ളത് എന്താണ്? ദൈവഹിതം നിറവേറട്ടെ. അപ്പോൾ ദൈവഹിതം നിറവേറുമ്പോൾ ഒരു ഗുണമുണ്ടാവും. എന്താ സംഭവം? അവനെ ശക്തിപ്പെടുത്താനൊരു മാലാഖ വരും. അതാണ് ഈശോയ്ക്ക് കിട്ടിയ ഓപ്ഷൻ. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ദൈവഹിതമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത ഇന്നോവേറ്റീവ് ഈബിളായിട്ടുള്ള ഒരു സങ്കടം മാറ്റാൻ പറ്റണില്ല എന്ന് വിചാരിച്ചോ? രോഗമാകാം, വേറെ എന്തുമാകാം. ചിലപ്പോൾ ഒരു നാശം പിടിച്ച അയൽവാസിയാകാം. അറിയാമല്ലോ, നാശം പിടിച്ച അയൽവാസികൾ നമുക്ക് ചിലർ എൻ്റെ അച്ഛ ഒരു തിരുവഞ്ചരിച്ച അച്ഛ ഏതെങ്കിലും ഈ നരകത്തിൽ നിന്ന് പോട്ടെ, ഈ രാജ്യം വിട്ട് എവിടെയെങ്കിലും ഇപ്പോൾ താമസിക്കട്ടെ, അവർ നമ്മളെ പൊറുപ്പിക്കത്തില്ല അച്ഛ എന്ന് പറയും. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് നോക്കിയിട്ട് പറയും, മോളെ പോകാൻ പറ്റത്തെന്ന് തോന്നുന്നില്ലെന്ന് പറയും. കാര്യം ഇതിനേക്കാൾ വലിയ പിടിച്ചതിനേക്കാൾ വലുത് അളയിരിപ്പുണ്ട്, നീ ചെല്ലുന്ന സ്ഥലത്ത് ഇതിനേക്കാൾ വലിയ പണ്ടാരം വരുന്നുണ്ട്, നീയാണ് പ്രശ്നം, അവരല്ല പ്രശ്നം എന്ന് പറയും. എന്താ കാര്യം? ഇതിന് അവനെ ശക്തിപ്പെടുത്താൻ ഗെത്സെമനിൽ വായിച്ച് അവനെ ശക്തിപ്പെടുത്താൻ ലൂക്ക 22:42-43. ലൂക്ക 22:42. പിതാവേ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പം ഇതാണ് ശക്തിപ്പെടുത്തുക. അപ്പം 10-9 കാര്യവും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നടക്കും. ഒരു കാര്യം ചിലപ്പോൾ നടക്കത്തില്ല. അതാണ് ഇന്നോവേറ്റീവ് ഈബിൾ എന്ന് പറയണത്. അതെന്താണ്? അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ പാത്രം എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറ്റം പറയുമ്പോൾ എന്താ പറയണത്? അവനെ ശക്തിപ്പെടുത്താനൊരു മാലാഖ. പ്രാർത്ഥന അതാണ് സംഭവിക്കേണ്ടത്. നമുക്ക് മാറ്റപ്പെടാൻ പറ്റാത്ത ഒരു സാധനമാണെങ്കിൽ അതിന് ശക്തി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായ ആശം പറഞ്ഞത്? മാറ്റപ്പെടാൻ പറ്റാത്ത ഒരു വിഷയമാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ അയൽവാസി തന്നെ
അങ്ങോട്ട് നോക്കിയ കേസ് കൊടുക്കുന്ന പാർട്ടിയായിരിക്കും ചിലപ്പോൾ നമ്മൾ നോക്കത്തില്ല. പിന്നെ വല്ല ഇലയും നമ്മൾ പറന്ന് വീണ അവർ പറയും അത് നിങ്ങളെ കൊണ്ടുവന്ന് ഇട്ടതാണെന്ന് പറയും. നമ്മളവിടെ നിന്ന് വല്ല കൃപാസനത്തിലോ വല്ലതും പോവുകയാണെങ്കിൽ അവിടെ വന്ന് നമ്മുടെ ചിരവ എടുത്തിട്ട് അവർ പോകും. ജീവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ പശുവിനൊക്കെ അവർ അഴിച്ചു വിടും, കിണറ്റിൽ കൊണ്ടൊന്ന് മാലിന്യം വിടും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളോട് എവിടെ നിന്നെങ്കിലും പോയാൽ മതിയെന്ന്. പക്ഷെ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഗതികേടാണ് ഇനിയത്തുള്ള അവസ്ഥ. കാരണം നമ്മുടെ ഈ 3 സെൻറ്റ് സ്ഥലവും ഈ പെരയും വിറ്റ കിട്ടുന്ന കാശ് കൊണ്ട് ഇനിയൊരു വീടും സ്ഥലവും മേടിക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം, അതാണ് ഇതിൻ്റെ അകത്ത് വിഷയം. അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഇത് മാറുന്നില്ല, മാറാത്തൊരു തിന്മയല്ലേ, ഇതിനെന്ത് ചെയ്യും? അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം അയൽവാസിക്ക് ഇടിവെട്ട് കൊള്ളണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. ആൾക്കാർ പറഞ്ഞു കർത്താവേ ഇവിടെ എല്ലാം ഇടിവെട്ട് കൊള്ളണം, ഈ പിയാജിൻ്റെ തല ഇടിവെട്ട് കൊള്ളണമല്ല എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്താണ്? ഗെത്സമനിയിലെ അങ്ങേ ശക്തിപ്പെടുത്തി അതേ മാലാഖയാൽ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് ഗെത്സമനിയിൽ അങ്ങേ ശക്തിപ്പെടുത്തിയ അതേ ദൈവശക്തിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. വേദനയുടെ സമയത്ത് തീക്ഷ്ണമായി പ്രാർത്ഥിച്ച് ദൈവകൃപ കരയേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ. ഉണ്ടാകുന്ന കളർ വ്യത്യാസങ്ങൾ, കാലാവസ്ഥാ ഭേദങ്ങൾ, അതിനെ സുവിശേഷ വിഹിതമായി എങ്ങനെ സമീപിക്കണം, എങ്ങനെ ആത്മാവിൽ അഭിഷേകം പ്രാപിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ തിരുവുദ്ധാനത്തിൻ്റെ ഫലങ്ങളുടെ ഭാഗമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വിഷയം നമ്മൾ തുടങ്ങി എങ്ങനെയാണ്? അതായത് നിങ്ങൾ യേശു ക്രിസ്തു, കൊളോസ്യൻസ് 3:1 വായിച്ച് ശ്രുതികട ഹല്ലേലൂയ. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. എന്തെങ്കിലും ഒരു വിഷയം ഇവിടെ നമുക്ക് പരിഹാരം കാണുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ തിരുവുദ്ധാനത്തിൻ്റെ കൂടെ ഇത് കാഴ്ചവെച്ചിട്ട് എനിക്ക് എൻ്റെ നിത്യബഹുമതിക്ക് വേണ്ടി അത് കാഴ്ചവെക്കണമെന്ന് പറയണം. പിടിയിട്ടില്ല അത് സ്റ്റീഫൻ അങ്ങനെ ചെയ്തത്. സ്റ്റീഫന് ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? സ്റ്റീഫൻ എസ്തപ്പാനോസ് അല്ലേ? എസ്തപ്പാനോസിന് ഇതുപോലെ ചുറ്റും നിന്ന് കർത്താവിനെ പ്രഘോഷിച്ചതിൻ്റെ പേരിൽ ചുറ്റും നിന്ന് കല്ലെറിയുകയാണ്. അപ്പോൾ എസ്തപ്പാൻ ഇതാണ് ചെയ്തത്. എസ്തപ്പാൻ ചെയ്തത് കണ്ടു പഠിച്ചതിലാണ് ഈ പൗലോസ് അന്ന് അവിടെ സാവൂളായിട്ട് നിൽപ്പുണ്ടായിരുന്നത്. അന്ന് എസ്തപ്പാനെ കൊന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സാക്ഷികൾ ഉടുപ്പ് ഉരുവെച്ചത് ഈ സാവൂളിൻ്റെ അടുത്താണ്. അപ്പോൾ എസ്തപ്പാൻ എല്ലാവരും എസ്തപ്പാനെ ഇങ്ങനെ ആൾക്കാർ കല്ലെറിഞ്ഞ് കൊല്ലണ സമയത്ത് എസ്തപ്പാൻ മേലോട്ട് നോക്കിയായിരുന്നു. മേലോട്ട് നോക്കിയപ്പോൾ ഇപ്പോൾ എസ്തപ്പാൻ സ്വരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു, കല്യാണം പടപടാന്ന് വന്ന് കൂടണത്, തല പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എസ്തപ്പാൻ മേലോട്ട് നോക്കിയപ്പോൾ പറഞ്ഞ് സ്വർഗം തുറന്നിരിക്കണ ഞാൻ കാണുന്നുണ്ട്, പിതാവിൻ്റെ വലത് ഭാഗത്ത് മനുഷ്യപുത്രൻ ഇരിക്കണമെന്ന്. എന്നിട്ട് പറയും യേശുവേ എന്ന് പറഞ്ഞിട്ട് തിരുവുദ്ധാനം ചെയ്ത് യേശുവിനെ സ്വർഗത്തിൽ എസ്തപ്പാൻ കാണും. പറയും യേശുവേ ഈ തെറ്റുകൾ ഇവർക്ക് കാര്യങ്ങൾ അറിയാൻ പാടില്ല, എന്നെ കൊല്ലണത്, അത് ഇവരുടെ മേൽ ചുമത്തരുത് എന്ന് പറഞ്ഞ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് ഈ സാവുള് കേൾക്കും. ആ വാഹാകെന്ന് വായിച്ചേ, അപ്പോസ്തല പ്രവർത്തനം 7:55. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. അതാണ് സ്റ്റീഫനെ കല്ലെറിഞ്ഞപ്പോഴ് അവൻ്റെ തല പൊട്ടി തലച്ചോർ ചെതറണ സമയത്ത് അവനവരെ തന്തയ്ക്ക് വിളിക്കുകയും തെറിവിളിക്കുകയല്ല ചെയ്തത്. സാവുൾ എന്ന് പറയുന്ന പൗലോസ് അപ്പോസ്തലൻ്റെ ആദ്യ വേർഷൻ പുള്ളിയുടെ ഗൃഹസ്ഥാശ്രമ കാലത്ത് സംഭവിച്ചതാണ്. അപ്പോഴും സാക്ഷികൾ വായിച്ച് 7:58.
അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. അവർ അവനെ ആരനെ സ്റ്റീഫനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ കല്ലെറിഞ്ഞ സാക്ഷി കല്ലെറിയാൻ നേരത്തെ ആചാരം അനുസരിച്ച് അവരുടെ വസ്ത്രങ്ങൾ മാറ്റിയിട്ട് അവര് കല്ലെറിയാൻ വേണ്ടി പോവുകയാണ്. ആ സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്ന ഒരു യുവാവിന്റെ കാൽക്കൽ അഴിച്ചു വെച്ചു. ഈ സാവൂളാണ് പൗലോസ് അപ്പോസ്തലൻ. അങ്ങേര് അന്ന് കൊല്ലണ കൂട്ടത്തിൽ കൂടിയ ആളാണ്. ഈ സാവൂളിൻ്റെ കാൽക്കൽ സാക്ഷികൾ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ചു. അപ്പം സാവൂൾ കണ്ട കാഴ്ചയാണ് എന്താണ്? സ്റ്റീഫൻ മേലോട്ട് നോക്കണ കണ്ടായിരുന്നു. എന്നിട്ട് ആരെ കണ്ട്? എന്നിട്ട് ശിവൻ പറഞ്ഞു, സ്വർഗം തുറന്നിരിക്കണ കാണുന്നുണ്ട്. പിതാവിൻ്റെ വലതുഭാഗത്ത് ഞാൻ സ്നേഹിക്കുന്ന എനിക്ക് എന്നെ വീണ്ടെടുത്ത കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ കൂടെ വസിക്കുന്നു എന്ന് പറയും. കർത്താവേ, ഈ തെറ്റ് ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ കൊലപാതകം പോലും ഇവരുടെ മേൽ അങ്ങ് ചിന്തരുത്. അങ്ങ് കുറിച്ചൊക്കെ കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഈ തെറ്റുകൾ ഇവരുടെ മേൽ ചിന്തരുത് എന്ന് പറയും. അപ്പം അന്ന് അത് കേട്ട്, അത് ആരാണ് കേട്ടത്? സാവൂളാണ് കേട്ടത്. സാവൂൾ അന്നും ഒരു സംഭ്രമമായിപ്പോയി. കാര്യം സാവൂൾ ഒരിക്കലും കേൾക്കാത്തൊരു സംഭവമാണ്. കൊല്ലുന്നവൻ, കൊല്ലപ്പെടുന്നവൻ വേട്ടക്കാരന് വേണ്ടി പ്രാർത്ഥിക്കണേ. എന്തൊരു കഥയാണ്! അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയണത്. വേട്ടക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാവൂള്, സ്റ്റീഫൻ തന്നെ കൊല്ലുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണാണ് കാണുന്നത്. ഈ കാര്യങ്ങൾ ചിന്തിച്ച് അന്നും പോലെ തന്നെ സാവൂളിനെ ഇടറാൻ തുടങ്ങിയതാണ്. സാവൂൾ ഇടറിയത് സ്റ്റീഫൻ്റെ കൊലപാതകത്തിലാണ് ഇടറിയത്. അപ്പോഴും ഇവനെ കണ്ട യേശു ആരാണ് എന്ന് അന്ന് മുതൽ സാവൂൾ അന്വേഷിക്കുന്നുണ്ട്. ഇവനെ കണ്ട യേശു ആരാണ് എന്ന് സാവൂൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ആലോചിച്ച് പോണ സമയത്താണ് ടക്ക് എന്നൊരു മിന്നൽ പിണർ വീണിട്ട് സാവൂൾ നിലത്തൂടെ പറയും, നീ പീഡിപ്പിക്കുന്ന ഈശോ ആണ് ഞാൻ എന്ന് പറയും. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം, നീ പീഡിപ്പിക്കുന്നതല്ല, നീ അന്വേഷിക്കുന്ന ആളാണ് ഞാൻ. നീ ഇപ്പം പീഡിപ്പിക്കുന്നു, പക്ഷേ എന്നാലും നീ എന്നെ അന്വേഷിക്കുന്നുണ്ട്. സ്റ്റീഫൻ്റെ അന്ത്യമായ യാത്രയിൽ അവൻ നിലപാടെടുത്തില്ലേ? അവൻ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പീഡിപ്പിക്കുന്നവരെ ആശീർവദിച്ച സുവിശേഷത്തിൻ്റെ ശക്തി സ്റ്റീഫൻ കാണിച്ചില്ലേ? അന്ന് മുതൽ സാവൂൾ, നീ എന്നെ അന്വേഷിക്കുകയായിരുന്നു. നീ പീഡിപ്പിക്കുന്ന യേശു എന്നതിനേക്കാളുപരി അന്ന് സാവൂൾ തർജ്ജമ ചെയ്ത് മനസ്സിലാക്കിയത്, നീ അന്വേഷിക്കുന്ന യേശുവാണ് ഞാനെന്നാണ്. നീ അന്വേഷിക്കുന്ന യേശുവിനെ തന്നെയാണ് അവൻ സ്വർഗത്തിലേക്ക് നോക്കിയത്. അതുകൊണ്ടാണ് സാവൂൾ പിന്നീട് പറയണത്, കൊളോസ്യ ലേഖനം എഴുതുമ്പോൾ തൻ്റെ അനുഭവങ്ങളാണ് പറയണത്. എന്താണ്? നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ, പറഞ്ഞ്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കുവേൻ. അപ്പൊ നമ്മൾ ഈ വചനം കേൾക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ചിലർ പള്ളിയിൽ നിന്ന് മാറാതെ നടക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കാനാണ്. അതാണ് വിഷയം. എന്തെങ്കിലും ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അടിസ്ഥാന ഘടകം എന്താണ്? നമ്മളെ വീണ്ടെടുക്കാനുള്ള ഉന്നതങ്ങളിലെ കാര്യങ്ങളാണ്. ഉടമ്പടിയോ അന്വേഷിക്കണത് എന്താണ്? ഉന്നതങ്ങളിലെ കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ ഈ വിഷയത്തെക്കുറിച്ച് ദൈവിക നിലപാട് എന്താണ്? ഇത് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴേ വായ്പ വാങ്ങിക്കാനും വാടകയ്ക്ക് എടുക്കാനും കഴിവുണ്ടായിട്ട് പോലും കർത്താവ് അത് കണക്കാക്കാതെ വെള്ളം വീഞ്ഞാക്കി കൊടുത്തെങ്കിലേ നിൻ്റെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ട്. നിൻ്റെ വിഷയങ്ങൾക്ക് എന്തിനെങ്കിലും പരിഹാരമില്ലെങ്കിൽ അത് നീ അന്വേഷിക്കേണ്ടത് തിരുവുത്ഥാനത്തിൽ കൃപയായി ആർജിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കുറിച്ച് സന്തോഷം സ്വീകരിച്ചുകൊണ്ട് ഉയർത്തുന്നതിൻ്റെ കർത്താവിനെ നോക്കിക്കൊണ്ട് വേണം നീ മുന്നോട്ട് നടക്കാൻ. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ ഉന്നതങ്ങളിലെ കാര്യങ്ങളായാലും ഭൂമിയിലെ കാര്യങ്ങളായാലും കാര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാനെന്നാണെങ്കിലും അത് പൗലോസ്, അത് സാവൂൾ തർജ്ജമ ചെയ്തത് എന്താണ്? നീ അന്വേഷിക്കുന്ന യേശുവാണ് ഞാനെന്ന്. നീ അന്വേഷിക്കുന്ന യേശുവാണ്. എല്ലാ വിഷയങ്ങളിലും, ഇപ്പം നിൻ്റെ ജപ്തി നടപടിയാണ്, നിൻ്റെ ക്യാൻസർ ആകാം,
എല്ലാ നടപടികളിലും നീ എന്തിനന്വേഷിക്കണം? ക്യാൻസറിന് സൗഖ്യമാണ് നമ്മൾ എമർജൻസിയായിട്ട് അന്വേഷിക്കേണ്ടത്. പക്ഷെ അതിൻ്റെ കൂടെ സമാന്തരമായിട്ട് അന്വേഷിക്കേണ്ടത് അതിലൂടെ നീ യേശുവിനെയും അന്വേഷിക്കണം. പിടിയിട്ടില്ലേ? ദൈവം നമ്മൾ യേശുവിനെ അന്വേഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഭൂമിയും ഭൂമിയുടെ സാഹചര്യങ്ങളും ദൈവം ഒരു പ്രത്യേക രീതി ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ യേശുവിനെ കണ്ടെത്താൻ വേണ്ടി കൂടിയാണ്. അപ്പം നിങ്ങൾ ഒരു സ്വരം കേട്ടാലും നിങ്ങൾ ചോദിക്കണം. യേശുവാണെന്ന് നിർബന്ധമില്ല, എന്നാലും ചോദിക്കണം. എന്താണ്? ആരാണതെന്ന്. ഏതൊരു അനുഭവം ഉണ്ടായാലും, ഒരു സ്വരത്തിൻ്റെ അനുഭവം ഉണ്ടായാലും, ബൈബിളിൻ്റെ ഒരു രീതി അതാണ്. ഒരു അനുഭവം ഉണ്ടായാൽ, ഒരു സ്വരം കേട്ട്, ഇപ്പം പണ്ട് ബർത്തിമേവൂസ് എന്ന് പറഞ്ഞ ഒരുത്തനിങ്ങനെ അന്ധയാചകനായിട്ട് അങ്ങനെ ഇരിക്കല്ലേ, അപ്പോഴാണ് കരികില പുറത്തുകൂടി ഇങ്ങനെ പട്ടാളക്കാർ പോണ പോലെ ഒരു സ്വരം അവൻ കേട്ട്, ഒരു സ്വരം കേട്ട്. കരികിലാണല്ലോ നിറച്ച് വഴിയിൽ, എൻ്റെ പുറത്തുകൂടി ഇവങ്ങനെ കയറി ആൾക്കാർ നടന്ന്, കുറേ ആൾക്കാരുണ്ട് യേശുവിൻ്റെ കൂടെ. അപ്പം ഇങ്ങനെ കരികിലയുടെ സ്വരം ഇവൻ കേൾക്കുന്നുള്ളൂ. ആ കരികിലയുടെ സ്വരം കേൾക്കുമ്പോൾ അങ്ങനെ എത്ര സ്വരം എപ്പോഴും കേൾക്കണേ. പക്ഷെ അങ്ങനെയല്ല, അവൻ ചോദിക്കും ആരാണ് ഈ പോകുന്നതെന്ന്. എല്ലാ അനുഭവങ്ങളും ക്രിസ്തുവിനെ ചോദിക്കണം, ആരാണ് ഈ കടന്നു പോകുന്നത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. നമുക്ക് പല ദുരിതാനുഭവങ്ങളാണ് ഉണ്ടാകണം. ഇപ്പം ദുരിതാനുഭവങ്ങളല്ല നമ്മൾ കരികില സ്വരമാണ് നമ്മൾ കേൾക്കണത്. അപ്പം നമ്മൾ ചോദിക്കേണ്ടത് ആരാണ് കടന്നു പോകണത്, അതാണ് വിഷയം. ഇപ്പം ജോലിയില്ലാതെ നീ നിൻ്റെ ജീവിതത്തിൽ പോകണം, എത്ര കാലം പോകണം എന്ന് പറയുമ്പോൾ നിൻ്റെ ജീവിതത്തിലൂടെ ഇപ്പോൾ ആരാണ് ഈ ഒരു അവസ്ഥ നിനക്ക് നൽകിക്കൊണ്ട് കടന്നു പോകുന്നത്, ആരാണ്, അതാണ് വിഷയം. എന്നിട്ട് അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരച്ചെത്തുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ക്രിസ്തുവിലെത്തിയിരിക്കും. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. നീ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സാവകാശങ്ങളാണ് സകലസമയമായി നമുക്ക് വരേണ്ടത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന. കരങ്ങളെ വീശി ഉയർത്തുക. ആരാധന, ആരാധന യേശുവേ, ആരാധന. അപ്പോൾ ഈ ബർത്തിമേവൂസിനെ സംബന്ധിച്ചിടത്തോളം നസറായന യേശുവാണ് കടന്നു പോകുന്നതെന്ന് അവൻ ചോദിച്ച് മനസ്സിലാക്കി. ആരാണ് ഈ കടന്നു പോകുന്നതെന്ന് അവൻ ചോദിച്ചു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു നസറായന യേശുവാണ് കടന്നു പോകുന്നത്. ലൂക്ക 18:35-36. ലൂക്ക 18:35-36. അവൻ ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നുപോകുന്ന ശബ്ദം കേട്ട് കരികിലപ്പുറത്തുള്ള ശബ്ദം കേട്ടപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അതാണ് വിഷയം. ഒരു കരികിലയുടെ സ്വരം കേട്ടതാണ് വിഷയം. പക്ഷെ അവൻ ചോദിച്ചു വാട്ട് ഈസ് ഹാപ്പനിങ്. ഇപ്പം നിനക്ക് ജപ്തി നടപടി വന്നാണ് വിഷയം അല്ലേ? നിനക്ക് കല്യാണം ഉറച്ചിരുന്ന കല്യാണം തലേ ദിവസം, ഇപ്പം അടുത്ത ആഴ്ച മനസ്സമ്മതമാണ്, ഈ ആഴ്ചയിൽ ആ കല്യാണം പോയി. അപ്പോൾ അയ്യോ കല്യാണം പോയി ഞാൻ തൂങ്ങിച്ചാകുമെന്നല്ല പറയേണ്ടത്. എന്താണ് സംഭവിക്കുന്നത്, ആരാണ് കടന്നു പോകുന്നത്, ഓരോ അനുഭവങ്ങളിലും ചോദിക്കണം. എന്താണ് കാര്യം നീ ക്രിസ്തുവിനെ കണ്ടെത്താനും തിരിച്ചറിയാനും വേണ്ടി ചില അടയാളങ്ങളാണ് നമുക്ക് ആദ്യം കേൾക്കേണ്ടത്. കരികിലപ്പുറത്തൊരു സ്വരമേ കേട്ടുള്ളൂ ബർത്തിമേവൂസ്. അവൻ കുരുടനാണ്, എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതുപോലെ നമുക്കും ചില ആൾക്കാർ പറയും ചക്കയാണോ അച്ഛാ ചുരന്ന് നോക്കാനൊക്കെ ചോദിക്കത്തില്ലേ. നമുക്ക് എല്ലാം കാണാനുള്ള കഴിവില്ല, പക്ഷെ കടന്നു പോകുന്ന സ്വരം കേൾക്കാം. അപ്പോൾ അവൻ ചോദിച്ച് മനസ്സിലാക്കും വാട്ട് ഈസ് ഹാപ്പനിങ്. അവ പറയണ കർത്താവ് കടന്നു പോകുന്നു. പിന്നെ ഇവൻ്റെ ലക്ഷണം മാറി. അവൻ്റെ ആ സ്വരത്തിൽ കടന്നു പോകുന്ന ഉടമസ്ഥൻ്റെ പേരവൻ കേട്ടു. എന്താ അവൻ കേട്ടത്? നസ്രായനായ യേശുവാണ് കടന്നു പോകുന്നത്.
അപ്പം യേശു ആരാണെന്ന് അവനെ അറിയാം. എന്താണ്? അവൻ പ്രാർത്ഥിക്കും. എന്താണ്? അവൻ്റെ വിശ്വാസം അവൻ പ്രഖ്യാപിക്കും. എന്താ പറയണത്? യേശുവേ ദാവീദിൻ്റെ പുത്ര. എന്താണ്? ദാവീദിൻ്റെ വംശത്തിൽ നിന്നായിരിക്കും ലോകത്തിൻ്റെ രക്ഷകൻ വരാൻ പോണതെന്ന് അവനെ അറിയാം. അതുകൊണ്ടാണ് യേശുവേ ദാവീദിൻ്റെ പുത്രൻ എന്നെ രക്ഷക എന്നാണ് വിളിക്കണത്. ശ്രദ്ധിക്കട്ടെ. ലൂക്ക 18:38. ലൂക്ക 18:38. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. അത്രയേ ഉള്ളൂ സംഭവം. അവൻ രക്ഷക എന്ന് വിളിച്ച്. ക്രിസ്തുവിനെ എന്ത് വേണമെന്നൊക്കെ വിളിക്കാം. സാമൂഹ്യ പരിഷ്കർത്താവെന്ന, ചരിത്ര നിയന്താവെന്ന, അതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. ക്രിസ്തുവിനെ വിളിക്കേണ്ട ഒരു വിളിയേ ഉള്ളൂ. എന്താണ്? രക്ഷക. അത്രയേ ഉള്ളൂ, രക്ഷക. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും എന്നിട്ട് എന്താണ് പറയുന്നത്? രക്ഷക എന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെന്താ പറയണത്? എന്നിൽ കനിയണമെന്നാണ് ചോദിക്കണം. എന്നിൽ കനിയണമേ. അപ്പോഴെന്താ പറയുക? യേശു അവിടെ നിന്നു അവനെ വിളിക്കാൻ ആജ്ഞാപിച്ചു. ഇപ്പം വിളിക്കുമ്പോഴെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവൻ വിളിക്കുന്ന സമയത്ത് ഇവർ കാര്യം ചെയ്യുന്നുണ്ട്. എന്താണ്? വളരെ കൃത്യമായി ചെയ്യണ രീതി, വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ് ഈ ബർത്തിമേവ്സ് ചെയ്യണത്. എന്താണ്? വിളിച്ച ഉടനെ ആൾക്കാർ വന്ന് പറഞ്ഞു, നീ വിളിച്ചതാണ്, ഈശോ അവിടെ നിൽക്കുന്നുണ്ട്, നിൻ്റെ വിളി കേട്ട് നിന്നോ, നിന്നെ തിരിച്ച് വിളിക്കണമെന്ന് പറഞ്ഞു. തിരിച്ച് വിളിക്കണമെന്ന് പറഞ്ഞോടുകൂടി ഇവൻ ചെയ്തത് എന്താണെന്നറിയാവോ? അത് ഭയങ്കര സംഭവമാണ്. അപ്പം ചിന്തിച്ചു പോകും. ഇവൻ്റെ ഈ പുറംകുപ്പായം എടുത്ത് അവൻ എറിഞ്ഞു കളഞ്ഞു. പുറംകുപ്പായം എടുത്ത് എറിഞ്ഞു കളഞ്ഞു. ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള ഏറ്റവും നടപടിക്രമങ്ങളെന്ന, പുനരുദ്ധാനം ചെയ്ത യേശുവിനെ സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ല നടപടിക്രമങ്ങളാണ്. കാരണം ഇവൻ്റെ ഈ മുഖത്തിലെ വിയർപ്പും അതുപോലെ തുപ്പലും ഒക്കെ, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളും ഈ പുറംകുപ്പായം കൊണ്ടാണ് ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്ത് കളയണത് തുടക്കമൊക്കെ. അപ്പം അതുകൊണ്ട് ഇതത്ര നല്ല തുണിയല്ല, ബാക്ടീരിയയൊക്കെ ഉള്ള പൊല്യൂട്ടഡ് ആയിട്ട് സംഭവമാണ്. ഈ സാധനം ഇവൻ എടുത്ത് എറിഞ്ഞ് കളയും. എന്നിട്ടാണ് ഇവൻ ക്ലീനായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ പോയി നിൽക്കണത്. അപ്പോൾ കർത്താവ് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? എന്താണ്? വായിച്ചേ. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അതാണ് വിഷയം. ഇപ്പം എല്ലാവർക്കും ഒരു കാര്യമല്ല ചെയ്യണത്. ഇപ്പം നിൻ്റെ ഉടമ്പടിയിൽ നിൻ്റെ നിയോഗമായിരിക്കത്തില്ല നിൻ്റെ അനിയത്തിൻ്റെ നിയോഗം. അപ്പം എപ്പോഴും നമ്മളെ പർട്ടിക്കുലറായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളെ ദൈവം മാനിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണത്. ആ വചനം എത്രയാണെന്ന് നോക്കിയേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 10:51. ഒന്നിന് വായിച്ചേ. അതായത് മർക്കോസ് 10:51. മർക്കോസ് 10:51. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഇതാണ് നമ്മുടെ ഒരു പിടിവള്ളി എന്ന് പറയണത്. നമുക്ക് എന്തും കർത്താവിനോട് ചോദിക്കാവുന്നത് ഈ വചനം വെച്ചാണ്. കാര്യം നിന്റെ അനിയത്തിയുടെ ആവശ്യമായിരിക്കത്തില്ല ചേച്ചിക്കുള്ളത്, ആ ചേച്ചിയുടെ ആവശ്യമായിരിക്കും അമ്മയ്ക്കുള്ളത്, എല്ലാം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് ചോദിക്കണത്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. അപ്പം നിൻ്റെ ആഗ്രഹം എന്താണെന്നാ അത് ഭയങ്കര ചോദ്യമാണ്. നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. അപ്പം എൻ്റെ അർത്ഥം വെച്ചാൽ നമ്മുടെ നിയോഗങ്ങളെല്ലാം നിറവേറുമെന്നല്ല എൻ്റെ അർത്ഥം. അതല്ല എൻ്റെ അർത്ഥം. നമ്മുടെ നിയോഗങ്ങളെല്ലാം ഇപ്പം നമ്മുടെ ഏറ്റവും കാതലായ ആവശ്യമാണല്ലോ നമ്മളെ നിയോഗത്തിലിടുന്നത്. അതിനെ കർത്താവ് ചോദിക്കും, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ നിൻ്റെ ആഗ്രഹം പോലെ ഞാൻ നിന്നെ സഹായിക്കാം. അതെന്തൊരു സംഭവമാണത്. ഉടമ്പടിയുടെ എല്ലാ വിഷയത്തിൻ്റെ പേരും തീരുമാനം ഉണ്ടാകുന്നത് ഈ ഒരൊറ്റ വചനത്തിലാണ്. എന്താ കാര്യം? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്, അതുപോലെ സഹായിക്കാവുന്ന. പക്ഷെ ബർത്തിമേവൂസ് ഒന്നൊന്നര ഉരുപ്പടിയാണ്. അവൻ പറയവേ, എനിക്ക് നിന്നെ കാണണമെന്ന് പറയും. അതാണ് സംഭവം. എനിക്ക് എൻ്റെ ആഗ്രഹം അനുസരിച്ച് കാണിക്കണമല്ല, എനിക്ക് വേണ്ടത് എന്താണ്? ഐ വാണ്ട് ടു സീ യു. എനിക്ക് നിന്നെ കാണണം. അതിനെന്ത് ചെയ്യണം? എനിക്ക് കാഴ്ച തരണം.
ടേക്ക് ദ ബെഡ് അപ്പ്, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 18:41. ലൂക്ക 18:41. അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. അപ്പൊ പണ്ടുണ്ടായിരുന്നതാണ്, പിന്നെ പോയി. ഇപ്പൊ എന്താവും പറയണത്? ബേസിക് ആയിട്ട് പറഞ്ഞത് എന്താണ്? എനിക്ക് എന്താഗ്രഹത്തേക്കാൾ വലുതാണ് ഐ വാണ്ട് ടു സീ യു. എനിക്ക് കാഴ്ച കിട്ടിയിട്ട് ആദ്യം കാണാൻ പോണ ആരെയാണ്? നിന്നെയല്ലേ. അതാണ് വിഷയം. അപ്പോൾ നിങ്ങളെ ഓരോ കാര്യം ഉടമ്പടി എഴുതിയിടുമ്പോഴും ആദ്യത്തെ നിയോഗം എന്തായിരിക്കണം? കർത്താവേ, എനിക്ക് നിന്നെ അറിയണം. ഒന്ന് പറഞ്ഞേ, കർത്താവേ, എനിക്ക് നിന്നെ അറിയണം, എനിക്ക് നിന്നെ സ്നേഹിക്കണം, നിന്റെ സാക്ഷിയായി ജീവിക്കണം, എന്നെ അറിവിന്റെ അനുഭവ തലങ്ങളിലേക്ക് ഉയർത്തണമേ. പ്രൈസ് ദി ലോർഡ്. ഈ സാക്ഷിയായി ജീവിക്കാമെന്ന് പറഞ്ഞാൽ മാത്രമേ കാര്യം. ഇപ്പം നമ്മൾ 10:41 വായിച്ചില്ലേ? ആർക്കാണ് ദൈവത്തിൻ്റെ അടയാളം കിട്ടണത്? സാക്ഷികൾക്കാണ് കിട്ടണത്. നടപടി പുസ്തകം 10:41 വായിച്ചേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10:41. എല്ലാവർക്കുമല്ല സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം. 10:40. എന്നാൽ ദൈവം അവനെ മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. എല്ലാവർക്കുമല്ല സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം. ദൈവം ഈ പ്രത്യക്ഷനാക്കുന്നതും അടയാളങ്ങൾ നമുക്ക് നൽകുന്നതും ബേസിക്കായിട്ട് ആർക്കാണ്? സാധാരണ വിശ്വാസികൾക്കല്ല. പിന്നെന്താണ്? സാക്ഷികൾക്കാണ്. അതാണ് എൻ്റെ വിഷയം വരുന്നത്. അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ നിങ്ങളെ ഇപ്പോൾ പത്രം കൊണ്ടേ കൊടുക്കുകയാണ്. നിങ്ങൾ സുവിശേഷത്തിൻ്റെ സാക്ഷിയാകുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളങ്ങൾ കിട്ടാനുള്ള വലിയ സാധ്യതയാണ് ഈ സാക്ഷ്യം തുറന്നു തരണത്. നിങ്ങൾ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഉപവിപ്രവർത്തനം ചെയ്ത് കൊടുക്കുന്നവരുണ്ട്, നിങ്ങൾ ക്ഷമിക്കാതെക്കാൻ പറ്റാത്തവരോട് പോലും നിങ്ങൾ ക്ഷമിക്കുന്നവരുണ്ട്. സുവിശേഷം അനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണ് ചെയ്യണത്. അപ്പോഴും നിങ്ങൾ ബേസിക്കായിട്ട് എന്താ ചെയ്യണത്? നിങ്ങൾ സാക്ഷികളാകുകയാണ്. അപ്പോൾ എല്ലാവർക്കുമല്ല, പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളങ്ങൾ ലഭിക്കുന്ന ആർക്കാണ്? സാക്ഷികൾക്കാണ്. അതുകൊണ്ട് എന്താണ് കർത്താവ് പറയുന്നത്? ഇവയ്ക്ക് നിങ്ങളാണല്ലോ സാക്ഷികൾ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 5:32. ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ്. തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷിയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ അത് വളരെ ലീസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസാണ്. ഏറ്റവും കുറഞ്ഞ ഒരു വിശ്വാസി എന്ന് പറയണത് ഒരു ഏറ്റവും വില കുറഞ്ഞ സ്റ്റാറ്റസാണ്. ബൈബിളിൽ അതിന് വലിയ ഈ ഓടയമ്പ ചെമ്പ പിശ അലൂമിനിയം എന്ന് പറഞ്ഞാൽ പഴയ അലൂമിനിയത്തിൻ്റെയൊക്കെ പഴയ പൊട്ടി അലൂമിനിയം കൊടുത്തിട്ട് പണ്ട് ഞാൻ ചെറുപ്പത്തിൽ പാല് മിഠായി മേടിക്കുമായിരുന്നു. അതുപോലെ വക്ക് പൊട്ടി അലൂമിനിയത്തെ വരെ വിശ്വാസിക്കുള്ളൂ. ഒന്നും ചെയ്യാനില്ല. സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, ഫണ്ടമെൻ്റൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സാക്ഷിയാണ്. ശരിക്കും ഇവയ്ക്ക് നിങ്ങളാണല്ലോ സാക്ഷികൾ. ഈ പ്രത്യക്ഷീകരണം എല്ലാവർക്കും അല്ലെന്ന് വെച്ചാൽ വിശ്വാസികൾ എല്ലാവർക്കും അല്ലെന്നാണ് അർത്ഥം. പിന്നെ ആർക്കാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ ഫലം കിട്ടിയത്? സാക്ഷികളായി തിരഞ്ഞെടുത്തവർക്കപ്പെട്ട് കാണാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഉടമ്പടി ചെയ്യുന്ന ഓരോ വിഷയവും സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായിട്ട് വേണം എടുക്കാൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹത്തോടെ പെരുമാറുന്നതും ശത്രുക്കളെ സ്നേഹിക്കുന്നതും രോഗികളെ ശുശ്രൂഷിക്കുന്നതും എല്ലാം
സാക്ഷ്യത്തിൻ്റെ പത്രം കർത്താവിനെ അറിയാൻ അറിയിക്കാൻ കൊടുക്കുന്നതെല്ലാം ഒറ്റ ബേസ്മെൻ്റാണ്. എന്താണ് കാര്യം? സാക്ഷികൾ. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഞങ്ങളെ കർത്താവിൻ്റെ ലൂക്ക 24:48 നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. അതായത് സാക്ഷ്യം എന്നുള്ള വിഷയത്തിന് മാത്രമേ ദൈവം മുൻഗണന കൊടുക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു കേവല വിശ്വാസിയായിട്ട് ജീവിച്ച് മരിച്ചിട്ട് ഒരു കഥയുമില്ല. സാക്ഷികളാകാൻ വേണ്ടിയാണ് ദൈവം ഉടമ്പടി നിങ്ങളെ ഒരുക്കുന്നത്. നിങ്ങൾ ഉടമ്പടി പ്രകാരം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ കർത്താവെ നിൻ്റെ സാക്ഷിയാക്കിയതിന് നന്ദി പറഞ്ഞുകൊണ്ടും ഇനിയും സാക്ഷ്യം വഹിക്കാൻ കൃപയും നിലനിർത്തുമെന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരും നിൽക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ സൗഖ്യ പ്രാർത്ഥനയിലേക്കും വീരശക്തിയുടെ ജീവിത ദുരന്ത അവസ്ഥകളിലുള്ള സഹോദരങ്ങളെ വിടുതൽ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താറയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ കൃപാസനം കഴിഞ്ഞ് 34 വർഷം നടത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് അഖണ്ഡ ജപമാലയുടെ ശക്തിയാൽ അങ്ങനെ അവകാശമോഖര്യമാകുന്ന അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവേ. കർത്താവേ അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവേ ചുവടിന് കേട് നൽകിയവനെ, കർത്താവേ ഊമന് സംഭാഷണം നൽകിയവനെ, നിന്റെ തിരുമുറുപാർന്ന് വലതു കരം അങ്ങനെ മക്കളുടെ ശിരസ് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ക്യാൻസർ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, പിസിഒഡി രോഗങ്ങൾ, എല്ലാ രോഗങ്ങളും കർത്താവേ ഈ നിമിഷം കർത്താവ് നിന്റെ വിശുദ്ധമായ രക്തത്താൽ സ്പർശിക്കണമേ, വിശുദ്ധമായ രക്തത്തെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ മാരകരോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. സമാധാനം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഭാര്യാഭർത്താക്കന്മാരെ പിരിഞ്ഞ് താമസിക്കുന്നവരെ, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ, കടകമ്പോളങ്ങൾ കൊണ്ട് ജീവിതം, അതുപോലെ തന്നെ ചെറിയ ഉപത്തൊഴിലുകളൊക്കെ ചെയ്തുകൊണ്ട് അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരെ, അങ്ങനെ അവരുടെ ജീവിത മാർഗങ്ങൾ മുട്ടിപ്പോകുന്നവരെ, അങ്ങനെ എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, സ്കൂൾ കുഞ്ഞുങ്ങളെ പരീക്ഷ കഴിഞ്ഞവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, അവരുടെ പരീക്ഷകളിലെല്ലാം കർത്താവേ ഉന്നതമായ വിജയം കൈവരിച്ചുകൊണ്ട് അവർക്ക് ഉന്നതമായ ഭാവി വിദ്യാഭ്യാസം ഭാസ്വരമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശ്രുതികടെ. കർത്താവേ നിന്റെ ഉന്നതമായ നാമം, കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മയെ പരിശുദ്ധമ്മ ജയമാതാവേ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കർത്താവേ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ ഓൺലൈനിലുള്ളവരെയും വൃത്താടത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി തടഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിരിച്ചുവിട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സസ്പെൻഷനിലായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർ തിരികെ എടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഭവന രഹിത ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വഴിയില്ലാത്തവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ലോൺ പാസ്സാകാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബാധ്യതകളും ജപ്തി നടപടികളും നേരിടുന്നവരെ സ്ഥിതി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ വഴക്കുകൾ, കലഹങ്ങൾ, കൊലാഹലങ്ങൾ മൂലം സമാധാനം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കണ്ണീരില്ലാത്ത, ചോറുണ്ണാൻ പറ്റാത്ത രീതിയിൽ വെണ്ണീരോടെ ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് അയൽവാസികളുടെ ഭിന്നതയും രൂക്ഷമായ മത്സരങ്ങളും കാരണം സമാധാനം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളം ദൈവശക്തിയാൽ മാർഗരോഗങ്ങൾ തീരാ വേദകൾ യേശുവിന്റെ നാമത്തെ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. വ്യത്യസ്ത യാത്രയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, യാത്രാരേഖയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, കോടതി കേസുകൾ, അതിർത്തി തർക്കങ്ങൾ, ആഭിചാര ഭയങ്ങൾ, വൈവാഹിക തടസ്സങ്ങൾ, മക്കളില്ലാത്ത അവസ്ഥകൾ, മാറാത്ത രോഗങ്ങൾ, കുഞ്ഞുങ്ങളുടെ
പലതരത്തിലുള്ള രോഗങ്ങൾ, ഇങ്ങനെ എല്ലാ മേഖലകളിലും കളഞ്ഞുപോയ വസ്തുക്കൾ, ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് അന്യൻ്റെ കയ്യിലാക്കി അന്യാധീനപ്പെട്ടു പോയ സ്വത്തുക്കൾ, ഇങ്ങനെ ഓരോ മേഖലകളിലെ വിഷമം അനുഭവിക്കുന്നവർ ഇടിമുഴക്കം പരിശോധിക്കട്ടെ. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയായി ഞാൻ എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ജീവിതമാർഗം മുടിഞ്ഞു നിറച്ചു പോയൊരു കർത്താവ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള കുരുക്കുകൾ, സാമ്പത്തിക കുരുക്കളിൽ അകപ്പെട്ടിരിക്കുന്നവർ, അന്യാധീനപ്പെട്ട സ്വത്തുകൾ, അതുപോലെ തന്നെ ജീവിത ദുരിതങ്ങളിൽ കർത്താവ് വെച്ച പദ്ധതികൾ, ആഗ്രഹിച്ച രീതികളിൽ വന്ന പോരായ്മകൾ, പാളിച്ചകൾ, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്ത രീതിയിൽ കർത്താവ് പെട്ടെന്ന് എല്ലാത്തിനും പാളിച്ച വന്ന പോലെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാതെ അന്തം വിട്ട് നിൽക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയുകയും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിൻ്റെ കരുണ അവർ ആവശ്യിക്കാൻ സാക്ഷ്യം പറയാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുമാറാവട്ടെ. സ്തുതിക്കട്ടെ. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ അവിടുത്തെ വലതുവശത്ത് ഉപവിഷ്ടനായിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ ഉന്നതത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. തീവ്ര വേദനയുടെ സമയത്ത് ഗത്സമനേരിൽ ഈശോ കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചതുപോലെ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ക്ലേശകാലങ്ങളിലും കൂടുതൽ തീക്ഷ്ണമായി പ്രേക്ഷിത കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് കൃപയിൽ നിന്നുകൊണ്ട് ദൈവശക്തി കരയേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അധിക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ,